ഒരു അൻവർ. അറിയാം. ജക്കരിയ സലാഹി പോയോ അവിടുന്ന്? സൗദിയിലുണ്ടോ അതോ ഇവിടെ ഉണ്ടായിരുന്നു പരിപാടി? ഫോൺ നമ്പർ അങ്ങനെ കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടാവും? അങ്ങനെ ദിസാവിൻ്റെ അടുത്ത് കാണും അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നല്ല വിശേഷം, സുഖം. പറ എന്തൊക്കെയുണ്ട്? നിങ്ങൾ പിന്നെ നിങ്ങളെ ജോലി എനിക്ക് ഇങ്ങോട്ട് തന്നേക്കാം. ഞാൻ റെഡിയാണ്, പക്ഷെ നമുക്ക് അതിനുള്ള കഴിവില്ലല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെ പേരെന്താ? റാഷിദ്. ശരിയാ. ഈ ഇവിടെ ദമാമിനകത്തുള്ള ഓക്കെ ഓക്കെ ഓക്കെ. നല്ല വിശേഷം. ഇത് നമ്മുടെ സുഹൃത്താണ് അൻവർ സഫ. മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്ന ആളാണ്. അല്ലല്ല, ഞാനിവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണ്. ഞാൻ മാള, തൃശ്ശൂർ. ടി എ മുഹമ്മദ് അലി അറിയാലോ. ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് യാത്ര നടത്തിയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു മൗലവിയുണ്ടല്ലോ കൊടിഞ്ഞില്, ടി മുഹമ്മദ് സാഹിബ് മരണപ്പെട്ടു പോയ ടി മുഹമ്മദ് സാഹിബ്. നേരം നമ്മുടെ അൻവർ സാഹിബിന്, ഞങ്ങളും അൻവറാണ്, നിങ്ങള് റാഷിദ്. അൻവർ സാഹിബ് നമ്മുടെ താഗൂത്തിന്റെ ലുഗവിയും ഇസ്ലാഹിയുമായ വിഷയത്തിൽ നിങ്ങള് ഇതൊന്ന് റെക്കോർഡ് ചെയ്യുന്നോണ്ട് വിരോധമുണ്ട്? എന്തിനാന്നറിയും, പിന്നീട് അത് കൊണ്ടുപോയി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ആ വിഷയത്തില് അദ്ദേഹത്തിന് ഏതോ ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്, കേൾക്കാനുണ്ട്, കാണാനുണ്ട്. ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ നിങ്ങളുടെ ആ വിഷയത്തിലുള്ള? അല്ല, അതായത് ഞാൻ അടുത്ത കാലത്ത് യമാനി മൗലവിയുടെ തഫ്സീർ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. നമ്മൾക്ക് അങ്ങനെ പ്രത്യേക ആരോടും ഇതില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ തഫ്സീർ, മൗലാന മൗദൂദിയുടെ തഫ്സീർ നോക്കും, യമാനി മൗലവിയുടെ തഫ്സീർ നോക്കും. അങ്ങനെ നമുക്കത് ഈ രംഗത്ത് ഞാനൊരു മുജാഹിദ് കോളേജിൽ ഒരല്പം കാലം പഠിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു വിജ്ഞാനം എനിക്ക് ഈ വിഷയത്തിലുണ്ട്. നമ്മളെ ചന്ദ്രാപിന്നിയിലൊരു കോളേജുണ്ട്, മറ്റേ ബുസ്താനുലുലു. ഞാനവിടെ ഇല്ലല്ല, അഫ്സലിലേക്കൊന്നും എത്തിയില്ല. ഞാൻ അവിടെ പ്രിലിമിനറി ഒക്കെ പഠിച്ചു വന്നു. പിന്നെ നമ്മളെ ഫീൽഡ് നമ്മൾ മാറിപ്പോയി, ബികോം അങ്ങനെയൊക്കെ ആ വഴിയിലൂടെയൊക്കെ പോയി. അപ്പം പിന്നെ ഇത് വിട്ടു. കുടുംബത്തിൽ ജമാഅത്തുകാരുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഞാനിത് നോക്കിയപ്പോൾ എനിക്കൊരു രണ്ട് സംശയം, ഒരു വിഷയത്തിൽ ആ താഗൂത്തിനെ സംബന്ധിച്ചൊരു സംശയം ഞാൻ നദ്വി സാഹിബായിട്ട് പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളത് ഇതാണ്. ഇപ്പോൾ പേജ് 691 യമാനി മൗലവിയുടെ ഈ തഫ്സീറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിരിക്കുന്ന ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതാ. നിങ്ങൾ താഗൂത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഇബാദത്തുമായി ബന്ധപ്പെട്ട എല്ലാം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അതിന്റെ ഭാഗമായിട്ടാണ് താഗൂത്തിലേക്ക് വരുന്നത്. പ്രധാന ഇഷ്യൂ ജമാഅത്തുമായിട്ടുള്ള യഥാർത്ഥ തർക്ക വിഷയം ഇതാണല്ലോ. ഇബാദത്തുമാന്റെ അർത്ഥത്തിലാണ് തർക്കം. ഞാൻ മനസ്സിലാക്കിയിട്ട് നമ്മള് താഗൂത്തിന്റെ വിഷയം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയും ചർച്ച ചെയ്യല്ലോ. ഓക്കെ ഓക്കെ. നമ്മള്
ഫോക്കസ്ഡ് ആവില്ല അതെ ഒരു വിഷയത്തിൽ. അതെങ്ങനെ ഒരാൾ താവൂത്ത് പറയും, പിന്നെ ഒരാൾ ഇബാദത്ത് പറയും, പിന്നെ ഒരാൾ ഓക്കെ. എന്നാൽ താവൂത്തിന്റെ വിഷയത്തെ അല്ലെ, താവൂത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാഴ്ചപ്പാടുന്ന താവൂത്ത് എന്താണ്, താവൂത്തിനോടുള്ള നമ്മുടെ നിലപാട് എന്താണ്, എന്താ നിങ്ങൾ ഇത് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കിയ അതേ നിലപാടാണ് ഇവിടെ അമാനി മൗലവി ഇവിടെ എഴുതി കണ്ടതായിട്ട് ഞാൻ വായിച്ചത്. അത് ഞാൻ വായിക്കാം. പേജ് 688 അമാനി മൗലവി നിലപാടിനോട് പിന്നെ നമുക്കും യാതൊരു വിയോജിപ്പില്ല. ഇത് ഞങ്ങളും യോജിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കാം. ഇല്ല എന്താ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാല്, നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിഭിന്നല്ല അമാനി മൗലവി പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ല നിങ്ങൾ പറഞ്ഞത്? അതെ. ഓക്കെ. പേജ് 688 സൂറത്ത് നിസാ, അതിന്റെ ഒരായത്ത് വായിക്കാം. നോക്കാം. അലം തറ ഇലല്ലദീന യദ്അമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹാകമൂ ഇല താഊത്ത് വഖദ് ഉമിറൂ അൻ യക്ഫുറൂ ബിഹി വയുരീദു ശൈത്വാനു അൻ യുളില്ലഹും ളലാലൻ ബഈദ. അർത്ഥം ഇങ്ങനെയാണ്. 60-ാമത്തെ ആയത്താണ് സൂറത്ത് നിസായിലെ. നബിയെ, നീ നോക്കിക്കണ്ടില്ലേ, നിനക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പ് ഇറക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ അവർ താഗൂത്തിന്റെ അഥവാ ബ്രാക്കറ്റിൽ ദുർമൂർത്തിയുടെ അടുക്കലേക്ക് കേസ് കൊടുത്ത് വിധി തേടുവാൻ ഉദ്ദേശിക്കുന്നു. അതിൽ താഗൂത്തിൽ അവിശ്വസിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും. അവരെ വിദൂരമായ ഒരു വഴി പിഴപ്പിക്കുവാൻ പിശാചും ഉദ്ദേശിക്കുന്നു. ഒരു കാര്യം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ കേസ് കൊടുത്ത് വിധി തേടുവാൻ ഉദ്ദേശിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു കോടതി, ഏതെങ്കിലും തരത്തിലുള്ളൊരു കോടതിയിലേക്കാണ് കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ കേസ് കൊടുത്ത് വിധി തേടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തർക്കത്തിലൊരു വിഷയത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് വിധി തേടുക, അതിനെ സംബന്ധിച്ച് ജഡ്ജ്മെന്റ് നേടുക എന്നുള്ളതാണ് കേസ് കൊടുത്ത് വിധി തേടുക എന്നുള്ളത്. ഇതൊരിക്കലും അമാനി മൗലവി ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിശാച്ചോ അല്ലെങ്കിൽ ബിംബമോ ഒന്നുമല്ല. അതിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി പിന്നെയും പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. താഗൂത്തിന്റെ അർത്ഥവും ഉദ്ദേശവും സംബന്ധിച്ച് ഒന്നിലധികം പ്രാവശ്യം മുമ്പ് വിവരിച്ചു കഴിഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ വിധി നിയമങ്ങളെ ധിക്കരിക്കുന്ന എല്ലാ ദുശക്തികളും അതിൽ ഉൾപ്പെടും. ഈ വചനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ഇത്തരം കപടവിശ്വാസികളിൽ പെടുന്നതായി കാണാവുന്നതാണ്. എന്തെങ്കിലും പ്രശ്നമോ കക്ഷിവഴക്കോ നേരിടുമ്പോൾ തങ്ങൾക്കനുകൂലമായ വിധി എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതല്ലാതെ സത്യവും ന്യായവും ഏത് ഭാഗത്താണെന്നോ അള്ളാഹുവും റസൂലും കൽപ്പിക്കുന്ന വിധി എന്താണെന്നോ അവർക്ക് ചിന്താവിഷയമേ അല്ല. ഒരു പക്ഷേ ഇസ്ലാമിലെ വിധിയായിരിക്കും തങ്ങൾക്ക് അനുകൂലമായിരിക്കുക എന്ന് കണ്ടാൽ അപ്പോഴവർ വലിയ മതഭക്തരായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് ഇസ്ലാമിക നിയമങ്ങളുമായി യാതൊരു പൊരുത്തവുമില്ലാത്ത ഏതെങ്കിലും സർക്കാർ നിയമത്തെയോ കോടതി വിധിയെയോ മധ്യസ്ഥ തീരുമാനത്തെയോ അനുസരിക്കുന്നതിലാണ് തങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കുകയെന്ന് കണ്ടാൽ അവിടെ പിന്നെ തങ്ങൾ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരായ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അവരുടെ ദൃഷ്ടിയിൽ അപ്രായോഗികവുമായിരിക്കും. ഒരു മതേതര രാഷ്ട്രമായ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയുടെയും ജനക്ഷേമത്തിൻ്റെയും പേരിൽ നിർമ്മിക്കപ്പെടുന്ന പല നിയമങ്ങളും അവയുടെ ലക്ഷ്യം പ്രത്യക്ഷത്തിൽ പ്രശംസനീയം തന്നെയായിരുന്നു കൊള്ളട്ടെ ഇസ്ലാമിൻ്റെ സത്വസിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്തവയായിരിക്കും. അന്യരുടെ സ്വത്തോ അവകാശങ്ങളോ അവയുടെ യഥാർത്ഥ ഉടമസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കാതെ സ്വായത്തമാക്കാനും കൊടുത്തു തീർക്കുവാൻ കടബാധ്യതകൾ കൊടുത്തു തീർക്കാതെ കഴിക്കുവാനും സഹായകമാകുന്ന അത്തരം പല നിയമങ്ങൾക്കും അവർ ദൈവിക നിയമങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നതായി കാണാം. ഞാൻ ഇത്രയും വായിച്ചത് മനസ്സിലാക്കിയത് മതേതര ഗവൺമെൻറ് അടക്കമുള്ള ഇസ്ലാമിക ശരീഅത്ത് വിധിക്കാത്ത ഏതൊക്കെ ഗവൺമെൻറ് ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ, കോടതിയാകട്ടെ പാർലമെൻ്റ് ആകട്ടെ എന്തും ആകട്ടെ, അതാണ് ഇവിടെ അമാനി മൗലവി ഉദ്ദേശിച്ച താവൂത്ത് എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥത്തിൽ അതെല്ലാം ഉൾപ്പെടും. ഇവിടെ അമാനി മൗലവി പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ വിധി നിയമങ്ങളെ ധിക്കരിക്കുന്ന എല്ലാ ദുശക്തികളും അതിലുൾപ്പെടും. ജീവനുള്ളതായാലും പിശാച്ചാണെങ്കിലും ബിംബാണെങ്കിലും അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ ശരീരത്തിന് എതിരായി വിധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും കോടതികളാകട്ടെ ഇതാകട്ടെ താവൂത്ത് എന്ന പദപ്രയോഗത്തിന് അർഹരാണ്. ഇത് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി
പറയുന്ന കാര്യം തന്നെയാണ്. താവൂത്ത് എന്നാൽ എന്ത് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുള്ളത് ഈ സംഗതിയെക്കുറിച്ചാണ്. അപ്പോൾ താവൂത്ത് എന്ന് പറഞ്ഞാൽ വെറും പിശാച്ചോ അല്ലെങ്കിൽ ബിംബമോ അല്ല, പകരം അത് മാത്രമല്ല, അതല്ലാന്നല്ല, അത് മാത്രമല്ല, അതും അതിൽ ഉൾപ്പെടും. ഒപ്പം തന്നെ അനിസ്ലാമിക ഗവൺമെൻറ്, ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായി വിധിക്കുന്ന ഗവൺമെൻറ്റുകളും അതിൽ ഉൾപ്പെടും. ഇതാണ് ജമാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് മാനി മൗലവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മാനി മൗലവി ഏതായാലും പണ്ഡിതന്മാരുടെ വചനങ്ങളാണ്, പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, തഫ്സീറുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മാനി മൗലവി വിശദീകരണം നൽകിയിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇത് തന്നെയാണോ നിങ്ങളുടെയും അഭിപ്രായം എങ്കിൽ ഇതിലെന്താ വെച്ചാൽ ഇതിൽ ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്ന, ജമാഅത്ത് ഇസ്ലാമിയിലെ പൊതുവെയുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നതും അമാനി മൗലവി പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കി നിർത്തണം. നിങ്ങൾ പിന്നെ ജമാഅത്ത് നിങ്ങൾ അങ്ങനെയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ കുഫറിന്റെ നിർവചനം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാള് സൗദി അറേബ്യയിലെ ഒരു ശരിയ കോർട്ടിലുള്ള ഒരു ജഡ്ജ്, അദ്ദേഹത്തിന്റെ മകൻ ഒരു മോഷണ കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിന്റെ മകന്. അപ്പൊ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോ ഈ കോർട്ടിൽ വന്ന് ഈ മകന് ഇങ്ങനെ കേസുണ്ട്. അപ്പോൾ ഇയാള് മകനെ അനുകൂലമായിട്ട് വിധിച്ചു. മനസ്സിലായോ? അപ്പോ ഇയാളെ താഗൂത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇയാള് ഇസ്ലാമിക ശരീഅത്തിനുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടാണ്. കാരണം എന്താണ്? നീതിപൂർവ്വമല്ല വിധിക്കേണ്ടത്, നീതിപൂർവ്വമല്ല ഇയാൾ വിധിച്ചത്. അപ്പൊ ഇയാള് താഗൂത്ത് എന്ന് പറയാൻ പറ്റുമോ ഇയാളെ കുറിച്ച്? അവിടെ ഒരു വിഷയമുണ്ട്. മൗലവി വിളിക്കണം, റാഷിദ് വെച്ചാൽ മതി. അങ്ങനെ ആ ബിരുദം റാഷിദ് സാഹിബ്. ഓക്കെ, റാഷിദ് സാഹിബ്, നിങ്ങൾ ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജമാഅത്ത് ഇസ്ലാമി ഈ പറയുമ്പോഴൊക്കെ ഇപ്പം അനുസരണം ഇബാദത്താണെന്നൊക്കെ പറയുമ്പോഴും, അതുപോലെ ഇപ്പോൾ മുജാഹിദുകൾ സഹായാർത്ഥന ഇബാദത്താണെന്ന് പറയുമ്പോഴും, സഹായാർത്ഥന ഇബാദത്താണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. എന്നല്ല ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ്റെ അർത്ഥത്തിൽ അമാനി മൗലവി തന്നെയും എഴുതിയിട്ടുള്ളത്, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ അതേ ഭാഷാർത്ഥത്തിൽ സ്വീകരിക്കാറില്ല. സഹായാർത്ഥന ചെയ്യുന്നു എന്നുള്ളത് അതേ ഭാഷാർത്ഥത്തിലല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അഭൗതികമായ സഹായാർത്ഥനയാണ് അവിടെ അമാനി മൗലവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾ എന്നെ സഹായിക്കുന്നു, ഇതുള്ളതൊന്നും അതിൽ ഉൾപ്പെടുന്നേ ഇല്ല. പക്ഷെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. ഇസ്തിഗാനത്ത് എന്ന് പറഞ്ഞ സഹായാർത്ഥന എന്ന് മാത്രമാണ് നമ്മൾ എഴുതാറുള്ളത്, പറയാറുള്ളത്. അത് തന്നെ ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ശരിയാണ്, അനുസരണം ഇബാദത്താണെന്ന് പറയുമ്പോൾ അവിടെ അനുസരണം ഇബാദത്താണെന്ന് പറയുമ്പോൾ പരമമായ അനുസരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ താഗൂത്തിനുള്ള ഈ അനുസരണത്തെക്കുറിച്ചും പരമമായ അനുസരണമാണ് നമ്മൾ ജമാഅത്ത് ഉദ്ദേശിക്കുന്നത്. അതിവിടെ വ്യക്തമായിട്ട് ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ പറയാനാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം എന്നുള്ളത് അത് അയാളുടെ ഹവയിൽ നിന്ന്, അയാൾ മറ്റേ ഏതോ വിധത്തിൽ ഒരു ഹറാം അയാളുടെ ഭാഗത്ത് നിന്ന് വന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നുള്ളൂ. അതേസമയം അയാൾ മനഃപൂർവ്വം ചിന്തിക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ജഡ്ജി ചിന്തിക്കുകയാണ്, എനിക്ക് ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു തരട്ടെ. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് റഷീദ് സാഹിബ് പറഞ്ഞ അതേ ഉദാഹരണത്തിൽ അതേ ജഡ്ജി ചിന്തിക്കുകയാണ്, എനിക്ക് ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ മകൻ്റെ കേസിൽ ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധി പ്രസ്താവിക്കുന്നു എന്ന രൂപത്തിൽ അയാൾ വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ 100% അയാൾ താവൂത്താണ്, അയാൾ ശിർക്ക് ചെയ്തു, ഒരു സംശയമില്ല. അതേസമയം അയാൾ വ്യക്തമായി അയാളുടെ പ്രവർത്തനത്തിൽ അയാൾക്ക് ഹറാമുകൾ വന്നു ചേരുന്നു. അയാൾ വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ ശരീഅത്ത് തന്നെയാണ് ഞാൻ വിധിക്കേണ്ടതെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഹവയുടെ പ്രചോദനത്താൽ അയാൾ എന്ത് ചെയ്യുന്നു? ആ രൂപത്തിൽ ഒരു വിധി പ്രസ്താവിക്കുന്നു. അതൊരു ഹറാമായി മാത്രമേ നമുക്കതിനെ ഗണിക്കാൻ കഴിയുള്ളൂ. അവിടെ ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ പലപ്പോഴും മുജാഹിദുകൾക്കും ജമാഅത്തുകൾക്കും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണിത്.
കമ്മ്യൂണിക്കേഷൻ അതങ്ങനെ പറയാൻ പറ്റില്ല. അതുണ്ട് തീർച്ചയായിട്ടും. അത് മുജാഹിദികൾ അത് എന്താണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അല്ല അത് ഞങ്ങൾക്ക് കാണിച്ചു. മൗലാന മൗദൂദി പോലും മൗലാന മൗദൂദിനെ എടുക്കണ്ട, അത് വെറുതെ വഷളാക്കും. ഞാൻ പറഞ്ഞ വെച്ചാല് ഇത് മനസ്സിലാക്കാത്തതിന്റെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ ഇപ്പൊ ഇതില് പറഞ്ഞേ എന്താ പറയാ, നിങ്ങൾ പറഞ്ഞേ, അതായത് ഇയാള് ഈ വ്യക്തി ഇത് എനിക്ക് ശരീഅത്തിന് വിരുദ്ധമായിട്ട് വിധിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് കരുതി, അങ്ങനെ കരുതുന്നില്ല ഈ കേസിൽ. ശരി, അപ്പൊ നമ്മള് ഈ ഇതില് നമ്മള് എഗ്രി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് മതേതര ഗവൺമെന്റ് തന്നെ എന്ന് കരുതുക. ആ മതേതര ഗവൺമെന്റ് ഒരു ജഡ്ജ് ചിന്തിക്കുന്നതിന് പാർലമെന്റ് ചിന്തിക്കുന്നത് ഇസ്ലാമിക ശരീഅത്തിന് വെച്ചുകൊണ്ടാണോ? അല്ല, ഇസ്ലാമിക ശരീഅത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്തുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. അവർ തറപ്പിച്ച് പറയുന്നു ഇവിടെ നിയമനിർമ്മാണാധികാരം എനിക്കാണ്, ഞങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനോ പടച്ച തമ്പുരാനോ അല്ല. അവിടെ വ്യക്തമായ താവൂത്താണ്, സംശയമില്ല. അപ്പൊ ആ താവൂത്തിന് വോട്ട് ചെയ്യണതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം? നിങ്ങൾ മറ്റു വിഷയത്തിലേക്ക് പോയിരുന്നത്. ഞാനല്ല, എനിക്ക് കിട്ടണമെന്ന് അതിന് എനിക്ക് കിട്ടണം. അപ്പൊ നിങ്ങള് താവൂത്ത് ഇന്ത്യൻ ഗവൺമെന്റ് താവൂത്താണ് നിങ്ങൾ ഇവിടെ സ്ഥാപിച്ച് സ്ഥാപിച്ചു, നിങ്ങൾ അംഗീകരിച്ചോ? ഇല്ല, ഇത് നിങ്ങൾ അംഗീകരിച്ചോ? മാനിമോലയുടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ സമർപ്പിച്ചത് നിങ്ങൾക്ക് മുമ്പിൽ. അതല്ല, മാനിമൗലവി ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് താവൂത്താന്ന് അതിൽ പറഞ്ഞിട്ടില്ല. എന്താ മൗലവി ഈ പറഞ്ഞത്? ഈ പറഞ്ഞത് വിശദീകരിക്കാം. അതിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് താവൂത്താണ്. അതായത് വ്യക്തമായിട്ട് പരാമർശിച്ചില്ലേ? ഒരു സംഗതി മനസ്സിലാക്കണം. ഒരു സംഗതി വെച്ചാൽ ഒരാള് ശിർക്ക് ചെയ്യുന്നു എന്ന് പറയണതും അയാള് മുശ്രിക്കാണ് എന്ന് പറയണതും രണ്ടും രണ്ടാ. തീർച്ചയായിട്ടും നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ നമ്മള് താവൂത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞു വെച്ചോ ഇതൊക്കെ. ഇതിനിടയിൽ നിങ്ങളൊരു ക്ലിയർ ആക്കേണ്ട ഒരു സംഗതിയുണ്ട്. ജമാഅത്ത് ആദ്യമായിട്ട് നദ്വി സാഹിബായിട്ട് സംസാരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തെ ഊന്നിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ശിർക്ക് ചെയ്യുന്നു എന്ന രൂപത്തിൽ സംസാരിച്ചിട്ടില്ല. എന്താണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഈ പരമാധികാരം നിഷേധിക്കുന്നവരാരാണോ അവർ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നാ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്റെ ചരിത്രം തീരും പഠിച്ചിട്ടില്ല. ഹാജി സാഹിബ് മൗലാന മൗദൂദി സാഹിബിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ കോഴിക്കോട് വന്നിട്ട് ഉമർ മൗലവിന്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയില്ല. അതാണ് ആദ്യം. നിങ്ങൾ ശരിക്കും ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയങ്ങൾ ആദ്യം തൊട്ട് പഠിച്ചിട്ടില്ല. അതിന്റെ ചരിത്രം ഞാൻ പറയുന്ന ഓരോ കാര്യം, ഞാൻ ഈ പറയുന്ന സംഗതിക്ക് ഞാൻ ജമാഅത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന് തെളിവിനാതിരിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നത് എവിടെ നിന്നോ ആരോ പറഞ്ഞു കേട്ട സംഗതികളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ തെളിവ് ധരിച്ചുകൊണ്ട് പറയുള്ളൂ. നിങ്ങൾക്ക് തെളിവ് തന്നെ നിങ്ങളിപ്പോൾ ഓരോ എഡിഷനും ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിന്റെ ഓരോ എഡിഷൻ എടുത്താൽ തെളിവ് മാറിക്കൊണ്ടിരിക്കും. അത് ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചോ? ലേറ്റസ്റ്റ് എഡിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അതിൽ തമാശ ഇല്ല. ഇതില് ഓരോ എഡിഷനും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു എഡിഷൻ വിഭാഗത്തിൽ സമഗ്രപഠനം കാണിച്ചു തരാം. എന്നിട്ട് അതിന്റെ അവസാനം നിങ്ങൾ വായിച്ചു എനിക്ക് നിങ്ങൾ മൊത്തം വായിച്ചു എനിക്ക് സമഗ്രപഠനം തന്നെ ഉള്ളത് ആണോ വായിച്ചത്? പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് തന്നെ പോകാതിരിക്കാം പ്ലീസ്. അല്ല, ഞാൻ പറഞ്ഞ ഒരു തെളിവ് വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോയല്ലോ. അതെ, ഞാൻ ഇവിടെ ഈ വിഷയം എന്താ വെച്ചാല് ഇവിടെ നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ തെളിവ് ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ആ തെളിവിന്റെ ആ നിജസ്ഥിതിയാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ നിലപാടും ഇതിൽ പറഞ്ഞ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിന്റെ നിലപാടിലേക്ക് പോകുന്നതിന് മുമ്പായി ഞാൻ ഉന്നയിച്ച ചോദ്യം താവൂത്തിനെ സംബന്ധിച്ചാണ്. അതിൽ നിങ്ങളുടെ ഞങ്ങളുടെ നിലപാടാണ് അമ്മാനുമോല് വിധിക്കുന്നത്. വളരെ ക്ലിയർ ആണത്. നമ്മൾ വളരെ പക്ഷെ ഇതിലെന്താ രസം എന്ന് വെച്ചാല് ഞാനിവിടെ ഇവിടുത്തെ ഒരു ഷേഖിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ വെള്ളം കുടിക്കാമായിരുന്നു തോന്നുന്നു. ഇവിടെ ശരിക്ക് ഈ ജമാഅത്ത് ഇസ്ലാമി അടിസ്ഥാനപരമായിട്ട് അവരൊരു കാര്യം കിട്ടി കഴിഞ്ഞോടുകൂടി അവർ എക്സൈറ്റഡ് ആയിട്ടാണ് ശരിക്കും ഈ ദിനി കാര്യങ്ങളൊക്കെ കേരളത്തില്. ഞാൻ പറഞ്ഞുതരാം, ജമാഅത്ത് കിട്ടിയതല്ല ഇത്, ഞാൻ സന്ദർഭവശാൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ സംഗതിയല്ല. ഇത് വേണമെങ്കിൽ ഇനി ജമാഅത്തിനെ എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നേതാക്കൾ ഞാൻ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇത് വളരെ
വർഷത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. CD-യും ഇതൊരു പുതിയ സംഗതി ഒന്നല്ല, നിങ്ങൾ ഈ കണ്ടുപിടിച്ച പുതിയ സംഗതി ഒന്നല്ല. ഇതിന്റെ രസം എന്താ വെച്ചാല് ഈ ഒരു വിഷയം പറയുമ്പോൾ അതിനെ സാധാരണഗതിയിൽ ജനങ്ങളെടുത്തൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനെ മഫ്സദയും മസ്ലഹയും പരിഗണിച്ചിട്ടാണ് ഒരു വിഷയം പറയാം. അതായത് മഫ്സദകൾ തൂക്കി നോക്കുക എന്ന് പറയാം. അത് മഖാസിദ് ശരിയൻ്റെ ഒരു പ്രത്യേകത. അതായത് നന്മയും ഇപ്പൊ ഒരു കാര്യത്തിന് തിന്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഒരു സംഗതി അഭിമുഖീകരിക്കുമ്പോൾ തിന്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ തിന്മ മാത്രമേ ഉള്ളെങ്കിൽ അതിൽ തൂക്കി നോക്കല് ചെറിയ തിന്മ ഏതാ അത് പരിഗണിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും ചെറിയ തിന്മ ഏതാണ് അത് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് ഒരു മോഷ്ടാവ് ഒരു വീട്ടിൽ കയറി മോഷണത്തിനാണ് കയറിയിരിക്കുന്നത്. അപ്പൊ അയാളടുത്ത് ആയുധമുണ്ട്. അപ്പൊ ഈ മോഷ്ടിക്കാൻ വന്ന ആളെ കണ്ട് ഈ വീട്ടിലുള്ള ആൾക്കാർ പേടിച്ച്. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾക്ക് സ്വത്തല്ലേ വേണ്ടത്, അത് നിങ്ങൾ എടുത്തുപോയി, അത് ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെന്താ രക്ഷിക്കുന്നത്? അവരുടെ ജീവനാണ്. അവിടെയാണ് ഈ മഫ്സദ് തൂക്കി നോക്കുക എന്നാണ്, ഈ ഫസാദ് തൂക്കി നോക്കി. ഇത് ഒരു മഖാസിദ് ശരിയന്റെ ഒരു പ്രത്യേകത. ഈ ഒരു മഖാസിദ് ശരിയന്റെ ആശയം ഇപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വന്നിട്ടുള്ളത്. അല്ല, നിങ്ങൾ ആ രൂപത്തിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാം. ഇതൊന്നുമില്ല, വിരോധമില്ല. നിങ്ങളായിട്ട് ആ വിഷയത്തിൽ എനിക്ക് എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങൾക്കാണ് സമയം കുറവുള്ളത്, ഞാനെപ്പോഴും ഫ്രീ ആണ്. മെയിൻ പോയിന്റിലേക്ക് നിങ്ങളെ ചർച്ച ഈ വിഷയത്തിൽ ഒരു സെക്കൻഡ് അമാനി പറയുന്നത് നിൽക്കട്ടെ. എന്നാ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഞാൻ. ഈ താവൂത്ത് എന്ന വിഷയത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സ്ഥാപനത്തെ അല്ലെങ്കിൽ കോടതിയെ, ഗവൺമെന്റിനെ അങ്ങനെ ആ അർത്ഥത്തിൽ വിശേഷിപ്പിക്കാമോ, പറയാമോ ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളനുസരിച്ച്? അതില് സംഗതി ഈ പറഞ്ഞതിൽ കുറച്ച് തഫ്സീലിയാണ്. അത് വിശദീകരണം ആവശ്യമുള്ള സംഗതിയാണ്. ഒരാള് വിധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളെ താകൂത്ത് എന്ന് പറയാം. അപ്പൊ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അയാള് ഞാൻ പറഞ്ഞ മറു ഉദാഹരണങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല, 100%. അത്ര മതി, അതിൽ അത് തന്നെ ജമാഅത്തും പറയുന്നുള്ളൂ. അതാണ് ജമാഅത്ത് പറയുന്നുള്ളൂ എന്നത് ഞാൻ എന്റെ പുസ്തകങ്ങളിൽ നിന്ന്, ജമാഅത്തിന്റെ പുസ്തകങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇനി അതല്ല നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമാണ്, നിങ്ങളാണ് തെളിവ് ധരിക്കേണ്ടത്. ഇനി അപ്പൊ ഇത് നിങ്ങൾ പറയേണ്ടത് ജമാഅത്ത് ഇസ്ലാമി ഇതാണ് പറയുന്നത്, ശരിയല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യ ഗവൺമെന്റ് താകൂത്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ജമാഅത്ത് ഇസ്ലാമി അല്ലേ പറഞ്ഞത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് താകൂത്ത്. ഇനി നമുക്ക് പോകേണ്ടത് ഈ താകൂത്തിനെ അനുസരിക്കുന്നത് ശിർക്കാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അടുത്ത വിഷയത്തേക്ക് പോയി. അപ്പൊ ഇത് നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞേ. ഇന്ത്യ ഗവൺമെന്റ് എന്ന താകൂത്തിനെ അനുസരിക്കുന്നത് ശിർക്കാണോ അല്ലേ? നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ വിഷയത്തിലേക്ക് പോണതിന് മുമ്പായിട്ട്. ഇപ്പൊ നിങ്ങൾ ജമാഅത്ത് എന്താ പറയുന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി, നിങ്ങൾ പറയുന്നതും ഐഡിയ കിട്ടി. മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുന്നത് എന്നുള്ളൊരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടില്ല. ഞാൻ കാണിച്ചുതരാം. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിഷയത്തിൽ നിന്ന് തരുന്നതിന് മുമ്പായിട്ട്, നമുക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, മുജാഹിദ് പ്രസ്ഥാനം താവൂത്ത് എന്ന വിഷയത്തിൽ എന്ത് പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? മനിമലയോട് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ശുക്രാൻ. ഇത് KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയുടെ പുസ്തകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലുള്ള ആധികാരികമായ പുസ്തകം ആണ് ഇതെന്നാണ്. അല്ല, ഇത് വളരെ ആധികാരികമായ പുസ്തകം അല്ല. അമാനി മൗലവിയുടെ തഫ്സീർ എന്നുള്ളത്, ഒരു മിനിറ്റ് പറഞ്ഞു തരട്ടെ. അമാനി മൗലവിയുടെ തഫ്സീർ എന്നുള്ളത് ഖുർആൻ തഫ്സീറാണ്. അദ്ദേഹം ആ വിധത്തിൽ നേരത്തെ എഴുതിപ്പോയിട്ടുള്ളതാണ്. അതേസമയം ജമാഅത്തുമായിട്ട് ഒരു തർക്കം വന്നപ്പോൾ, ഒരു വിഷയം വന്നപ്പോൾ, വിഷയം വന്നപ്പോൾ അവരവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകം ഇബാദത്ത് മിതാഅത്തുമാണ്. അതൊന്ന് പറഞ്ഞു തരട്ടെ, ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ശേഷമല്ലേ പിന്നെ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടേ ഉള്ളൂ. അതല്ല, നിങ്ങൾ ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമിന്റെ നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമാനി മൗലവിയും തഫ്സീറിൽ എഴുതിയിട്ടുള്ളത്. തഫ്സീറിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ പറഞ്ഞുതരാം.
അമാനി മൗലവി ജമാഅത്തിന്റെ നിലപാട് എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ തഫ്സീർ. ഒരു മിനിറ്റ് പറഞ്ഞു തീരുന്നില്ല. അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പലരും തെറ്റിദ്ധരിച്ചതുപോലെ അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം മനസ്സിലാക്കിയത് ഇപ്പോൾ സുന്നികൾ തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലോ, സഹായാർത്ഥന ശിർക്കാണെന്ന് പറയുമ്പോൾ സുന്നിയെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഡോക്ടറോട് സഹായാർത്ഥന നടത്തിയാൽ ശിർക്കായി പോവില്ലേ എന്നല്ല മുജാഹിദുകൾ പറയുന്നത്. അതേപോലുള്ള തെറ്റിദ്ധാരണ മുജാഹിദുകൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അമാനി മൗലവി പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജമാഅത്തുകാർ അനുസരണം ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഭാര്യ അനുസരിച്ച ശിർക്കാവ്, വലിയ വാപ്പാൻ അനുസരിച്ച ശിർക്കാവ്, വലിയ നബീനെ അനുസരിച്ച ശിർക്കാവ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് അവർ ഉന്നയിച്ചത്. അതേ രൂപത്തിലുള്ളൊരു തെറ്റിദ്ധാരണ അമാനി മൗലവിക്ക് പറ്റിയിട്ടുണ്ട്. ജമാഅത്ത് പറയുന്ന അനുസരണ ശിർക്ക് എന്നുള്ളത് ആ രീതിയിലാണ്, പരമമായ അനുസരണത്തെക്കുറിച്ചാണ് ജമാഅത്ത് പറയുന്നത് എന്നത് അമാനി മൗലവിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തെ ആരും മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ അതിൽ ഒരുപക്ഷെ ജമാഅത്തും കുറ്റക്കാരനാണെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായി തന്നെ അഭിപ്രായം പറയും. കാരണം അദ്ദേഹവുമായി ഈ വിഷയത്തിൽ ജമാഅത്ത് സംവദിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതൊന്നും കേട്ടെ. എന്താണ് ഈ താവൂത്ത്? പേജ് 78, KP മുഹമ്മദ് മൗലവി, ഇബാദത്ത് മിതാത്ത്. ഖുർആനിലെ ഈ താഗൂത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന ചിന്ത സ്വാഭാവികമാണ്. ഇതേ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടാ. ആര് പിശാച്ച് ആണെന്ന് ഒരു വിഭാഗം ഖുർആൻ അത് പിശാച്ച് ആണെന്ന് ഒരു വിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താഗൂത്തിന്റെ ഭാഷാർത്ഥം അക്രമകാരിയെന്നും ഉദ്ദേശം പിശാച്ച് എന്നുമാണ് സുവ്യക്തം. പിശാച്ചാണെങ്കിൽ ആദമിന്റെ മക്കൾക്ക് അപരിചിതനല്ല, വളരെ സുപരിചിതനാണ്. സുപരിചിത നാമങ്ങളിൽ സാധാരണ ചേർത്തു വരാനുള്ള അൽ എന്ന അവ്യയം ചേർത്തുകൊണ്ടാണ് ഖുർആനിൽ പ്രസ്തുത പദം പ്രയോഗിച്ച് കാണുന്നത്. അത്താവൂത്ത് ഈസ് ഈക്വൽ ടു താവൂത്ത് പ്ലസ് അൽ എഴുതിയുണ്ട്. അതുകൊണ്ട് അതിന് അതിക്രമകാരി എന്ന് പറഞ്ഞാൽ പിശാച്ച് എന്ന് പരിഭാഷപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതിക്രമകാരി എന്ന് ഭാഷാർത്ഥം, പിശാച്ച് എന്ന് ഉദ്ദേശം. ഇതിലെവിടെയും ഈ പറയപ്പെട്ട ഈ ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധിക്കുന്ന ആള് കൂടി അതിൽ ഉൾപ്പെടും എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അക്രമകാരി എന്ന് ഭാഷാർത്ഥത്തെ അംഗീകരിക്കുന്നില്ല. ഭാഷാർത്ഥം അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പൊ വിഭാഗത്തിന്റെ ചർച്ച തന്നെ വരുന്നില്ലല്ലോ. വിഭാഗത്തിന്റെ ചർച്ചയിൽ അനുസരണം എന്ന അർത്ഥം ഉണ്ടെന്ന് മുജാഹിദിലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ ചർച്ചയെ വരുന്നില്ല. ഭാഷാർത്ഥം അംഗീകരിക്കുമെങ്കിൽ സാങ്കേതിക അർത്ഥത്തെ കുറിച്ചാണ് ചർച്ച. അപ്പൊ താവൂത്തിനെ കുറിച്ചുള്ള ഭാഷാർത്ഥം അതിക്രമകാരിയാണെന്ന് പറയുമ്പോൾ തന്നെ അത് ആ അർത്ഥത്തിലല്ല KP മുഹമ്മദ് മൗലവി എടുത്തിട്ടുള്ളത്. പിശാച്ച് എന്ന് മാത്രം അദ്ദേഹം ഇത് വായിച്ചു നോക്കി, നിങ്ങൾ ഇത് മുഴുവൻ വായിച്ചു നോക്കിയാലും ഇതിലെവിടെയും മറിച്ച് കാണാൻ കഴിയില്ല. ഇതിലെവിടെയും നിങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ച ഈ ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധിക്കുന്നവര് ഉൾപ്പെടും എന്ന ആ ഒരു സംഗതി ഇതിനകത്ത് എവിടെയും കാണില്ല. മറിച്ച് അതല്ല എന്ന് അതിൽ നിരന്തരം തെളിയിക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടെങ്കിലും അവസാനം അതെന്റെ വിലയിരുത്തലാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പരാജയപ്പെട്ടു. ഇത് വേറെ സംഗതി വെച്ചാല് ഈ അമാനി മൗലവിന്റെ തഫ്സീർ A to Z അവസാനം വരെ പരിശോധിച്ചാലാണ് ഈ KP മുഹമ്മദ് മൗലവി. ആയിരിക്കാം. അതൊക്കെ മറ്റു വിഷയങ്ങളാണ്. അങ്ങനെ പരിശോധിച്ച ആളുകൾ തന്നെയാണ് ഒരുപാടുണ്ട്. അല്ല, അങ്ങനെ പരിശോധിച്ചു എന്ന് കരുതിയിട്ട് അദ്ദേഹം സ്വന്തമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ജമാഅത്തുമായിട്ടുള്ള തർക്കത്തിന്റെ വിഷയത്തിലാണ്. തർക്കം അല്ല, നിങ്ങൾ ഒന്നുകിൽ ഈ KP പറയുന്നത് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്ന് പറയാ, അല്ലെങ്കിൽ അതായത് നിങ്ങൾ എന്ന് പറയണം. നിങ്ങൾ പറയണത് ഞങ്ങൾ KP അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അമാനി മൗലവി അംഗീകരിക്കുന്നില്ല. KP പറഞ്ഞ ഈ ശൈത്താനും അക്രമകാരി പറഞ്ഞതും ശരിയാണ്, ഇതും പറഞ്ഞത് ശരിയാണ്, ഒരു വ്യത്യാസമില്ല. ശൈത്താൻ ഉണ്ട് എന്ന് മാത്രമല്ല KP പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ശൈത്താൻ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് പക്ഷേ അത് മാത്രമാണ് എന്നാണ് KP പറഞ്ഞത്. അത് മാത്രം ഒന്ന് വായിച്ചാണ്, അത് വായിച്ചാണ് എല്ലാം മാത്രം എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഞാൻ വേറെ സംഗതി ഇത് മാത്രമാണ് പറയാം. ഒരു മിനിറ്റ്
മാത്രമാണ് എന്ന് ഈ വാക്കിൽ നിന്ന് കിട്ടും മൗലവി. അതായത് വേണ്ട അതിക്രമകാരി എന്ന ഭാഷാർത്ഥം, പിശാച്ച് എന്ന ഉദ്ദേശം പിശാച്ചാണ്. പിന്നെ അതിനപ്പുറത്ത് വേറൊരു സംഗതി ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതിലെന്താ മനസ്സിലാക്കാനുള്ള വേറെ? ഇനി മറിച്ച് അദ്ദേഹം എവിടെയെങ്കിലും മറിച്ച് ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അതല്ല, അങ്ങനെ ഒരു അഭിപ്രായം മൂപ്പർക്ക് ഇല്ല എന്ന് പറയണത് ശരിയല്ല. ഞാൻ പറഞ്ഞുതരാം, അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഈ പിശാച്ചിന്റെ ഈ മറ്റേ താവൂത്ത് എന്ന വിഷയത്തിൽ വിശദീകരണം എഴുതിയത് എന്തിനാണെന്നറിയോ? അനിസ്ലാമിക ഗവൺമെന്റ് താവൂത്ത് അല്ല എന്ന് സ്ഥാപിക്കാനാണ്. അത് വായിച്ചു നോക്ക്, ഇതിന്റെ തുടക്കം മുതൽ വായിച്ചു നോക്ക്. ഒരു മിനിറ്റ്. താവൂത്ത് എന്ന പദം ഇന്ന് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. താവൂത്ത് എന്നാൽ അള്ളാഹു അല്ലാത്ത ഭരണാധികാരികളാണെന്നും താവൂത്തിനുള്ള ഇബാദത്ത് എന്നാൽ അവർക്കുള്ള അനുസരണമാണെന്നും പ്രചരിപ്പിക്കപ്പെടുന്നു. അള്ളാഹു അല്ലാത്ത ഭരണാധികാരികളാണെന്ന്. അപ്പോൾ അത്തരം ഭരണാധികാരികൾ അനുസരിക്കുന്നവൻ മുശ്രിക്കുമാണല്ലോ. ഈ വ്യാഖ്യാനങ്ങളിലും ഭാഷയിലും ഈ പരിതസ്ഥിതിയിൽ താവൂത്ത് എന്ന പദം ഏതർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളതെന്നും ആധികാരികമായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും ഭാഷാ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ വിശദീകരണത്തിൽ മുഴുവൻ അദ്ദേഹം ഗവൺമെന്റ് അല്ല, ഭരണാധികാരിയല്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഭരണാധികാരിയല്ല, അള്ളാഹു അല്ലാത്ത ഭരണാധികാരിയാണെന്ന് എന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്നു. ജമാഅത്തുകാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം സംശയമില്ലല്ലോ. അതൊക്കെ അള്ളാഹു അല്ലാത്ത ഭരണാധികാരി താവൂത്താണ് എന്ന് ഇപ്പൊ ഇതിൽ അമാനി മൗലവിന്റെ നിങ്ങൾക്ക് കിട്ടിയോ? എന്താ സംശയം? അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ വിധി നിയമങ്ങളെ ധിക്കരിക്കുന്ന എല്ലാ അതാണ് വ്യത്യാസം. ഇത് അള്ളാഹുവിന്റെ വിധിനെ ധിക്കരിക്കുന്നതും ഇത് അള്ളാഹു അല്ലാത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചർച്ചയുടെ പോയിന്റ് എവിടെയെന്നറിയോ? ധിക്കരിക്കാന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ധിക്കരിക്കാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലല്ലോ, ഒരു മിനിറ്റ്. ഒരു സാധനം ഹറാമായ സംഗതി ഹലാലാന്ന് പറയാം. അതെ അതിനാ സംഗതി. അതായത് ഇപ്പൊ ഉദാഹരണം, നമ്മളെ ഒരു ഗവൺമെന്റ്, മതേതര ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ആവട്ടെ ആരാവട്ടെ, ഇസ്ലാമിക ശരീഅത്തല്ലല്ലോ അവർ വിധിക്കുന്നത്. അവർ സ്വന്തം നിലക്ക് അവരുടെ ആ നാട്ടിൽ അവരുടെ ഹലാൽ ഹറാമുകൾ അല്ലെങ്കിൽ അനുവദനീയ, ഈ അറബി ഭാഷയിൽ പറയുമ്പോൾ ഒരു ചില ഇതുകളുണ്ട്, അതുമ്പോൾ ചില പൊടിക്കൈകളുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളം പറയാം. അനുവദനീയവും അതുപോലെ നിഷിദ്ധവുമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്, പരമാധികാരം തങ്ങൾക്കാണ്. സോവറിനിറ്റി എന്ന് ഇംഗ്ലീഷ് പറയും. ആ സോവറിനിറ്റി ഞങ്ങൾക്കാണ് എന്ന് ഭരണഘടനയും പോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏതൊരു ഗവൺമെന്റും നിലകൊള്ളുന്നത്. അവിടെയാണ് വിഷയം. പരമാധികാരം ഉണ്ട് എന്ന് എവിടെ എത്തിച്ചിരിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണഘടന അങ്ങനെ ഇല്ലേ? അതിന്റെ പ്രിഫൈസിൽ സോവറിനിറ്റി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പരമാധികാരം. എന്ത് സോവറിനിറ്റിയുടെ മലയാളം എന്താ? ആ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സോവറിനിറ്റി എന്നുള്ള പരമാധികാരം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള സോവറിനിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ അവന്റെ പരമാധികാരം എന്നുള്ളതാണ്. മനുഷ്യരുടെ കാര്യത്തിൽ നിയമനിർമ്മാണാധികാരം ആർക്ക്? അള്ളാഹുവിനോ മറ്റുള്ളവർക്കോ? അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇവിടെ വിഷയമുണ്ട്. വേറെ പങ്കെടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ പരമാധികാരം ഉണ്ടെന്ന് പറഞ്ഞാല് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ? ആ പരമാധികാരം നമ്മളത് അംഗീകരിക്കുന്നില്ല. മനസ്സുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അംഗീകരിക്കൂല. മനസ്സുകൊണ്ട് അംഗീകരിക്കുക ശിർക്കല്ലത്. അള്ളാഹുവിന്റെ പരമാധികാരം നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് ഈ പരമാധികാരം അള്ളാഹു ഇല്ലാത്തവർക്കുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളും അംഗീകരിക്കുന്നില്ല. പക്ഷെ അംഗീകരിക്കുന്നവരുണ്ട്. എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇതിനെ ജമാഅത്തുകാർ ഈ പണ്ട് പറയുന്നത് ഈ എന്താ പറഞ്ഞ പട്ടിയിറച്ചി തിന്നാന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത്. ഇന്ദിരാഗാന്ധിന്റെ കഥ പിന്നെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് പിന്നെ എന്താ പറയാ ആദ്യം തന്നെ ഉണ്ട്. സോവറിനിറ്റി എന്ന് പറഞ്ഞാല് ആ പരമാധികാരം എന്ന് പറഞ്ഞതിനെ പറ്റി ഒന്നുകൂടെ ആവർത്തിച്ച് ആയിക്കോട്ടെ. നിങ്ങൾ പറയുന്നത് സോവറിനിറ്റി എന്ന പദം അല്ലെങ്കിൽ ആ പരമാധികാരം എന്ന പദം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇല്ല എന്നാണോ, അതല്ല ഉണ്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് എന്നാണ്? മറ്റൊന്നാണ്. അതെന്താണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്, ഗവൺമെന്റ് ഈ ഗവൺമെന്റുമായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുക എന്നുള്ളത്.
ഗവൺമെന്റുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഈ പിന്നെ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ അവരാണ് തീരുമാനിക്കുക എന്നുള്ളത്. അതെ, അത് തന്നെയാണല്ലോ മനുഷ്യർ. ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇന്ത്യയിലെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ പരമാധികാരത്തെ നിഷേധിക്കുന്ന അവിടെ തന്നെ വന്നു കഴിഞ്ഞാലോ ഹലാൽ ഹറാം തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണ്. അത് ഹലാൽ ഹറാം തീരുമാനിക്കുന്നത്, ഹലാൽ എന്ന് പറഞ്ഞാല് ശരിക്കും നിങ്ങൾ ഹലാൽ ഹറാം എന്താന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇഅ്തിഖാദിയായിട്ടുള്ളൊരു സംഗതിയാണ്. ഹലാൽ ചെയ്താൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടാവും, ഹറാം ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവും. ഇങ്ങനെ ഒരു പരമാധികാരം ഇന്ത്യയിലുള്ള ഒരു മുസ്ലിമുകൾക്ക്, ഇന്ത്യയിലുള്ള ഒരു മുസ്ലിമും ഈ സോവർണിറ്റിന്റെ താല്പര്യമാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. എങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മളൊരു വിഷയം നമ്മളെ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ചർച്ചയിലേക്ക് പോയിട്ട് കാര്യമില്ല. അതായത് ഒരു ചോദ്യം ഉള്ളത് എന്താണെന്നറിയാം, ഒരു വ്യക്തി അദ്ദേഹം 5 നേരം നമസ്കരിക്കുന്നുണ്ട്, അദ്ദേഹം നോമ്പെടുക്കുന്നുണ്ട്, വേണമെങ്കിൽ സക്കാത്തും കൊടുക്കുന്നുണ്ട്, അതിനോട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം കരുതുകയാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് സോഷ്യലിസമാണ് സ്വീകരിക്കേണ്ടത്, ഞാൻ സോഷ്യലിസത്തെ ഉയർത്തിപ്പിടിക്കുന്നു ഇന്ത്യ ഗവൺമെന്റിൽ, അല്ലെങ്കിൽ അയാൾ ജീവിക്കുന്ന നാട്ടിൽ. ഇനി വേറൊരു ഉദാഹരണം, അയാൾ ജീവിക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണെന്ന് കരുതിക്കുക. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത്, ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ലല്ലോ, അപ്പോൾ പിന്നെ അവിടെ നിൽക്കട്ടെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, അയാൾ കരുതുന്നു, അയാൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ പഠിച്ചവന് പൂർണ്ണമായ അവകാശമുണ്ട്, അതൊക്കെ അള്ളാഹു ഞാൻ കൊടുക്കുന്നു, അവൻ നൽകുന്നു. എന്നിട്ടും അവൻ ചിന്തിക്കുന്നു ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് സോഷ്യലിസമാണ്, ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങൾ അത് മാത്രം വെച്ചോ സോഷ്യലിസമാണ് എന്നാണ് കരുതുന്നത്. അയാളെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താണ്? അയാൾ വെറും ഹറാമ് ചെയ്യുന്നവനാണോ? അയാൾ അതല്ല ശിർക്ക് ചെയ്യുന്നവനാണോ? അയാൾ യാതൊരു തരത്തിലുള്ള ഒരു നിങ്ങൾ ഈ പറയുന്ന ദൈവികതയിൽ, വേറൊരാളുടെ ദൈവികതയിൽ വിശ്വസിക്കുന്നില്ല. പടച്ചോന് തന്നെയാണ് ദൈവികത കൊടുക്കുന്നത്. മറ്റെന്താണ് അഭൗതികതയിൽ വേറൊരാളിലും അയാൾ ഒരു അഭൗതികതയും ആരോപിക്കുന്നില്ല, ഒരു ഷെയ്ഖിലും ആരോപിക്കുന്നില്ല. പക്ഷേ സോഷ്യലിസമാണ് ഈ രാജ്യത്തിന് നല്ലത്, ഗുണകരമെന്ന് വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല സോഷ്യലിസമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്, അതാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അയാൾ കരുതുന്നു. അയാള് പക്ഷെ ഇങ്ങനെ കരുതുന്നില്ല, എന്ത് ഇസ്ലാമിനേക്കാൾ നല്ലത് സോഷ്യലിസം ആണെന്ന് അയാൾ 100% അയാൾ കരുതിയല്ലോ. അങ്ങനെ കരുതി അയാൾ എന്ത് ചെയ്ത് ശിർക്ക് ചെയ്ത്? അയാൾ ശിർക്ക് ചെയ്തല്ലോ, സംശയമില്ലല്ലോ. ഏതർത്ഥത്തിലാണ് അയാൾ ശിർക്ക് ചെയ്തത്? അയാൾ ഇവിടെ ഒരു തരത്തിലുള്ള അഭൗതികതയും വേറൊരാളിൽ ആരോപിച്ചിട്ടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഹലാൽ ഹറാം തീരുമാനിക്കുമ്പോൾ പടച്ചോനിൽ കൂലി കിട്ടുന്ന, ഇയാൾ പടച്ചോനിൽ കൂലി കിട്ടുന്ന കരുതിയിട്ടല്ല സോഷ്യൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താണ് ലെനിനിൽ നിന്ന് കൂലി കിട്ടുന്നോ അല്ലെങ്കിൽ കാർൽ മാർക്സിൽ നിന്ന് കൂലി കിട്ടുന്നോ ഒന്നും കരുതിയിട്ടല്ല അദ്ദേഹം സോഷ്യലിസം കൊണ്ടുവന്നിട്ടുള്ളത്. അയാൾ എന്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്? അയാൾ ഈ രാജ്യത്തിന് ഗുണകരമാണ്. അയാൾ വിശ്വസിച്ചെന്താ ഇസ്ലാമിനെക്കാളും നല്ലത് സോഷ്യലിസം ആണ് അയാൾ വിചാരിച്ചത്. അതെ, അതായത് അത് നിങ്ങൾ അന്ന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ ശിർക്കാണ്, അതെന്തിനാ? അത് അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളൊരു കാര്യം അംഗീകരിച്ചു. അള്ളാഹുവിന്റെ ഈ രംഗത്തുള്ള പരമാധികാരം, മനുഷ്യരുടെ കാര്യത്തിലുള്ള പരമാധികാരം നിങ്ങൾ അംഗീകരിച്ചു. ആ പരമാധികാരത്തിൽ അവൻ ശിർക്ക് ചെയ്തത് കൊണ്ടാണ്, അവൻ അള്ളാഹുവിന്റെ ഈ അവകാശത്തിൽ അവൻ ശിർക്ക് ചെയ്തത് കൊണ്ടാണ് അവൻ ശിർക്ക് ചെയ്തതായത്, ശിർക്ക് ചെയ്യുന്നവനായത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഹലാല് ഹറാമിന്റെ വിഷയമാണ്. ഹലാലും ഹറാമും തീരുമാനിക്കല്, അതിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ വിഷയം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയില്ല. ഇത് വിഷയത്തിൽ നിന്ന് മാറി. ഇത് പറയുമ്പോ ഒരിക്കലും മാറിയില്ല. മാറി. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മാറി എന്നുള്ളത്. ഇസ്തിഹ്ലാൽ വേറെ, പിന്നെ ഇസ്ലാമിക ശരീഅത്താണോ നല്ലത്, പിന്നെ ഇതര ശരീഅത്താണോ നല്ലത് എന്നുള്ളത് വേറെ വിഷയമാണ്. ശരീഅത്ത് ഒരാൾ ഇസ്ലാമിക് ഈ ഞാൻ ചോദിച്ചത് അതെങ്ങനെയാണ് ശിർക്ക്? താങ്കൾ പറഞ്ഞു ശിർക്കാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ശിർക്കായെന്ന് വിശദീകരിക്കുക? അതെങ്ങനെയാന്ന് വെച്ചാല് അള്ളാഹു കുറെ എന്താ പറയുക, ഇസ്ലാമിനെയാണ് അള്ളാഹു ശരീഅത്തായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെക്കാട്ടും നല്ലത് ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹുവിന്റെ ഏത് അവകാശത്തിലാണ് അവൻ പങ്കുചേർത്തത്? ഏത് അള്ളാഹുവിന്റെ ഏത് അവകാശത്തിലാണ് അവൻ ഇപ്പോൾ പങ്കുചേർത്തത്? അള്ളാഹുവിന്റെ അവകാശത്തിൽ പങ്കുചേർക്കുമ്പോഴല്ലേ ശിർക്ക വരുന്നത്? ഇബാദത്ത് അള്ളാഹുവിന്റെ അവകാശമാണ്, ആരാധന അള്ളാഹുവിന്റെ അവകാശമാണ്.
അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പറയുന്നു അനുസരണം അത് അള്ളാഹുവിന്റെ അവകാശമാണെന്ന് പറയുന്നു, അഥവാ പരമാധികാരം. അപ്പൊ ഏതിലാണ് അവൻ ആരാധന എന്ന വിഷയത്തിൽ പടച്ചോൻ പങ്കു ചേർത്തിട്ടില്ല. കാറൽ മാർക്സ് ദൈവമാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. സോഷ്യലിസം കൊണ്ടുവന്ന കാറൽ മാർക്സ് ദൈവമാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹിന്റെ സിഫത്തിലാണ് അവൻ പങ്കുചേർക്കുന്നത്. ഏത് സിഫത്തിലാണ് പങ്കുചേർത്തത് അതെന്ന് പറഞ്ഞ? അള്ളാഹു ഹാക്കിമാണെന്നുള്ള അവിടെ തീർന്നു. അത് തന്നെയാണ് പരമാധികാരം എന്ന വിഷയം. ഹാക്കിം അത് തന്നെയാണ് വിഷയം. ഇവിടെ ജമാഅത്ത് പണ്ട് മുതലേ പറഞ്ഞ ഹാക്കിമിയത്ത്, പരമാധികാരം ഇവിടെ തീർന്നു. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഹലാൽ ഹറാം എന്ന് തീരുമാനിക്കുമ്പോൾ പടച്ചോനിൽ നിന്ന് കൂലി കിട്ടുന്നു, അഭൗതികതയിൽ വിശ്വസിക്കുന്നു, ആ അർത്ഥത്തിലാണ് അവിടെ ശിർക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു തരത്തിലുള്ള അഭൗതികതയും ഇല്ല, പക്ഷേ ഹാക്കിമിയത്തിലാണ് ശിർക്ക് ചെയ്യുന്നത്. സഹോദര, ഈ തൗഹീദിന്റെ ഭാഗമാണ് അസ്മാഉ സിഫാത്ത്. അല്ലല്ല, ഞാൻ വാദിക്കുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയോ ഇതാക്കാനല്ല, നമ്മൾ കാര്യം മനസ്സിലാക്കാനാണ്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണെങ്കിൽ നാം തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. 100% നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ജബ്ബാർ മൗലവിയുടെ അടുത്തെത്തിയതും അദ്ദേഹം ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തതും ഇപ്പൊ അദ്ദേഹം താങ്കളിലേക്ക് ഡൈവേർട്ട് ചെയ്തതും. അതായത് ഇക്കാര്യത്തിൽ ഇപ്പൊ ജബ്ബാർ മൗലവി തന്നെ ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച്, പണ്ഡിതൻ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞു ആ പണ്ഡിതന് ഒരു ശിഷ്യനിൽ നിന്നൊരു അറിവ് കിട്ടി, അദ്ദേഹം സ്വീകരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഞാനൊരു ശിഷ്യനായി കൂട്ടാമെങ്കിൽ അത് ശിഷ്യനിൽ നിന്ന് അറിവ് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഹാക്കിമിയത്ത് ജമാഅത്ത് ഇസ്ലാമി എന്താ പറഞ്ഞതെന്ന് അറിയില്ല, അനുസരണം എന്താ പറഞ്ഞ അറിയില്ല. കേൾക്കാൻ തയ്യാറാണ്, പറഞ്ഞോളൂ. ഞാൻ താങ്കളിലേക്ക് വിട്ടു. നിങ്ങൾ പറഞ്ഞ വിഷയം എന്താ ഞങ്ങൾ കേട്ടോളൂ. മതത്തിന്റെ പരിവേഷമൊന്നുമില്ലാതെ തന്നെ മനുഷ്യനെ അള്ളാഹുവിൽ നിന്നുള്ള സർവാർപ്പണത്തിൽ നിന്ന് തെറ്റിക്കുന്ന ദൃശ്യങ്ങളാണ് വേറെയും പല ശക്തികളുമുണ്ട് ഇവിടെ. അവയും താഗൂത്തിന്റെ വിഭാഗങ്ങൾ തന്നെ. ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവാന്തര വിഭാഗങ്ങളെല്ലാം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായ ആദർശ ലക്ഷ്യ പരിപാടികളുണ്ടതിന്. വൈരുദ്ധാശ്രിതം ഭൗതികവാദമാണ് അതിൻ്റെ ആദർശം. വർഗരഹിത സമുദായമാണ്, വർഗസമരമാണ് പ്രവർത്തനം. തർക്കത്തിലേക്ക് ഇപ്പോൾ വരും. അതിന്റെ വീക്ഷണത്തിൽ എതിർത്ത് നശിപ്പിക്കപ്പെടേണ്ട ഒരു ചീത്ത വസ്തുവാണ് മതം. അതോടനുബന്ധപ്പെട്ട സകലതും അങ്ങനെ തന്നെ. മതത്തെയോ മതക്കാരെയോ എപ്പോഴെങ്കിലും അത് സഹിക്കുന്നുണ്ടെങ്കിൽ ഒരു താൽക്കാലിക നയം എന്ന നിലക്ക് മാത്രമാണ്. പെറ്റുപെരുകേണ്ട ജാതിയോ സമുദായമോ അല്ല, അക്രമാത്മകമായ പ്രചാരണ സ്വഭാവത്തോടുകൂടി ഒരു ആദർശ പാർട്ടിയാണത്. ചുരുങ്ങിയ കാലം കൊണ്ട് അത് ലോകത്ത് വലിയൊരു ശക്തിയായി വളർന്നിരിക്കുന്നു. ലോകമനുഷ്യരുടെ മതശത്രുക്കളെയോ മതവിരോധികളെയോ മാത്രം തിരഞ്ഞെടുത്ത് സംഘടിപ്പിച്ചുണ്ടാക്കിയതല്ല ഈ പാർട്ടി. ജൂതനോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ തവോ മതക്കാരനോ കൺഫ്യൂഷൻ മതക്കാരനോ ബുദ്ധമതക്കാരനോ മറ്റേതെങ്കിലും മതക്കാരനോ ആയിരുന്നവരാണ് ഈ പാർട്ടിയിലെ മിക്ക അംഗങ്ങൾ. പാർട്ടിയുടെ ആദർശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത എത്രയോ പേർ ഇക്കൂട്ടത്തിലുണ്ടെന്ന് യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. എന്നാൽ അവരും പാർട്ടിയുടെ നേതൃത്വം അംഗീകരിക്കുന്നവരും ജീവിതത്തിൻ്റെ സിംഹഭാവവും പാർട്ടിക്ക് വിട്ടുകൊടുത്തവരും തന്നെയാണെന്ന വസ്തുതയും അവഗണിച്ചുകൂടാ. ഏതു നിലക്കും പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പാർട്ടി അള്ളാഹുവിനുള്ള സർവാർപ്പണത്തിൽ നിന്ന് വളരെ അകലെ മാറ്റി നിർത്തുന്നു. മതമോ മതത്തിൻ്റെ പരിവേഷമോ ഒന്നും ഇവിടെയില്ല. ദൈവം തന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്തു മതം? ഇവിടെ പേര് മാറുന്നില്ല, സമുദായം മാറുന്നില്ല, ജാതി മാറുന്നില്ല, മതം മാറുന്നില്ല. ഇവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളൊന്നും നഷ്ടപ്പെടുന്നുമില്ല. എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യൻ മുർത്തദ് ആയിത്തീരുകയാണ്, ഒറ്റക്കും കൂട്ടമായും. ഏതെങ്കിലും ഒരിടത്തല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സർവ്വസാധാരണയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ശീലിച്ചു കഴിഞ്ഞു. ആർക്കും ബേജാറില്ല, ആക്ഷേപമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കറകളഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണെന്നും മതത്തിൽ രാഷ്ട്രീയമില്ലെന്നും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ഈ അവസ്ഥ തന്നെയല്ലേ മറ്റെന്തുണ്ടാകാൻ? രാഷ്ട്രീയ മാറ്റങ്ങളല്ലേ മതക്കാർക്ക്, അതിലെന്തുണ്ട് കാര്യം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ലല്ലോ. മതവും രാഷ്ട്രീയവും വേർപ്പെടുത്തിയതിൻ്റെ കടുത്ത തിക്തഫലം. ഇത് ആരോടാ അത് പറയണത്? KC മൗലവി. ഇതും ജമാഅത്ത് ഇസ്ലാമി ഇന്നെത്തി നിൽക്കുന്നതും പുതിയ എഡിഷന് ഈ ഇബാദത്ത് സമരത്തിൽ ഈ ഭാഗം ഉണ്ടോ? അതേ പുസ്തകം തന്നെ എൻ്റെ അടുത്തുള്ളൂ. അതിലൊരു തെറ്റുമില്ല. അതിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഞങ്ങൾക്ക് എതിർപ്പ്, ജമാഅത്ത് ഇസ്ലാമിക്ക് എതിർപ്പ്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ ഈ പറയുന്നതിൽ നിന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഇതിപ്പോ ഏകദേശം മൗദൂദ് സാഹിബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു ചിന്ത. ഞാനൊന്ന് പറഞ്ഞു
ഈ അഭിപ്രായം ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. കാരണം പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം പോലെ സംഘടന മറ്റ് പല തലങ്ങളിലും അതെന്താണെന്ന് വിശദീകരിക്കും. ഒരു സംഗതി, ഒരു പോയിന്റ് വിശദീകരിക്കുക. ഇപ്പൊ ഇവര് മീഡിയ വൺ ചാനൽ തുടങ്ങിയത് മൗദൂദി സാഹിബ് പണ്ട് മുതലേ പണ്ടത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ചോദിച്ചു നോക്കിയേ, ഇതിനെ പിശാചിന്റെ പെട്ടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, പറഞ്ഞില്ലേ? ശൈത്താൻ പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ എത്ര ജമാഅത്ത് ഇതിനെതിരായിട്ടുണ്ട്. സംഗീതത്തിനെ വാദ്യോപകരണങ്ങളെ പറ്റി ഇതൊക്കെ അന്നാന്റെ ഹുക്കുമിന് വിരുദ്ധമല്ലേ? ഈ വിഷയം വെറുതെ നിങ്ങൾ ചർച്ച ചെയ്താൽ ഇതൊക്കെ അന്നാന്റെ ഹുക്കുമിന് വിരുദ്ധമായിട്ടുള്ള, അതായത് ഇല്ലവും വിട്ട് ചെമ്മാടും നിങ്ങളുടെ ആ അള്ളാഹുവിന്റെ നിയമമുള്ള പിന്നെ മ്യൂസിക് പാടില്ല എന്നുള്ളത് അല്ല, ഒറ്റ മിനിറ്റ്, മ്യൂസിക് പാടില്ല എന്നുള്ളത് അള്ളാഹു വിരോധിച്ച ഒരു കാര്യമാണ്. ആ വിരോധിച്ച കാര്യം ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഹലാലാക്കിന്ന്, ഹലാലാണ് എന്ന് പറഞ്ഞു. ഹദീസ് തള്ളി. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന പറഞ്ഞ അത് ഭയങ്കര ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതില് ഇവര് പറയുന്ന വീക്ഷണത്തിൽ ഷിർക്ക് ചെയ്ത് എന്ന് തന്നെ പറയാം. കാരണം അല്ല, നമ്മൾ പറയുന്ന വിഷയം അത് ഹലാലാക്കി കഴിഞ്ഞാൽ ഒരാൾ ഹറാം ചെയ്യില്ല. പണ്ഡിതനാണ് അദ്ദേഹം, സംസാരിക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തിന് സമയം കൊടുക്കണം കേട്ടോ. ഒരു മിനിറ്റ്. എനിക്ക് ഈ നിങ്ങൾ പറഞ്ഞല്ലോ മീഡിയ വൺ വിഷയങ്ങളൊക്കെ, മുജാഹിദുകൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജമാഅത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾ, അതിലൊരു സ്ഥാപനമാണ് മീഡിയ വൺ. ജമാഅത്ത് നടത്തുന്ന മറ്റൊരു സ്ഥാപനങ്ങൾ മാധ്യമം, അതുപോലെ പല സ്ഥാപനങ്ങളും ജമാഅത്ത് നടത്തുന്നുണ്ട്. മുജാഹിദുകൾ നടത്തുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെയും ഇസ്ലാമിക നിയമങ്ങൾ പരിപൂർണമായി 100% അവിടെ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഇല്ലല്ലോ, അവിടെ തീർന്നു. അവിടെ തീർന്നു സാഹിബേ, അവിടെയാണ് തുടങ്ങുന്നത്. എനിക്കും ഉറപ്പ് തരാൻ കഴിഞ്ഞിട്ടില്ല മീഡിയ വണ്ണിൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നത്. അതല്ല, തുടങ്ങിയിട്ട് ഇസ്ലാമിക എന്ന് പറയുന്ന ഒരു സംവിധാനം ആരോടാ ഇതൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് ചിരിക്കാനുള്ള അൻവർ ഒരു കാര്യമുണ്ട്. നമ്മളാരും ഈ ഒരാള് ഇസ്ലാമിക ഷാപ്പാണ് നിങ്ങൾ പറഞ്ഞത് തിരിച്ചു തള്ളിയത് കൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് വിഷയങ്ങൾ. ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരാൾക്കോട് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് സോറി, താങ്കൾ ക്ഷമിക്കണം. നജീബ് സാഹിബ് ഷാപ്പാണെന്ന് പറഞ്ഞു ഇത് മീഡിയ വൺ. അത്രത്തോളം പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതേ മീഡിയ വൺ ഉപയോഗപ്പെടുത്തുന്ന, ഇപ്പൊ മുജാഹിദുകളടക്കം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരടക്കം ഇപ്പൊ മീഡിയ വൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇതിലേക്ക് അവരുടെ പല ആശയങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് ഷാപ്പാണെന്ന് പറയുന്നതിനോട് താങ്കൾക്ക് താങ്കളുടെ മനസ്സുകൊണ്ട് മനസാക്ഷിയോട് എന്ന് ചോദിക്കണം, അത് പറയാൻ കഴിയില്ല. ഇന്ന് ഇന്ത്യയുടെ അവസ്ഥയിൽ ഇന്ത്യൻ സമൂഹം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഒരു മാധ്യമം, ഒരു ടെലിവിഷൻ മാധ്യമം എന്നുള്ളത്. താങ്കൾ തന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് ഏറ്റവും കൂടുതൽ ഫസാദുള്ള ഭാഗം? ഫസാദ്, താങ്കൾ പറഞ്ഞ ആ ഫസാദിന്റെ ഭാഗം ഏറ്റവും കൂടുതൽ. അപ്പൊ ചെറിയ ഫസാദ് ഉള്ളതിനെ അവഗണിച്ചുകൊണ്ട് കൂടുതൽ ഫസാദുള്ളതിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതല്ല പറഞ്ഞത്, അതല്ല നേരെ തിരിച്ചു പറഞ്ഞത്. സോറി, ഞാൻ നേരെ തിരിച്ചാണ്. ശരി, ചെറിയ വാക്കുകൾ തെറ്റിപ്പോയത് ക്ഷമിക്കണം. ഫസാദ് മാത്രം ഉണ്ടാവും. ചെറിയ ഫസാദുള്ളതിനെ സ്വീകരിക്കുകയും വലിയ ഫസാദിനുള്ളതിനെ അവഗണിക്കുകയും ചെയ്യും. അത് എപ്പോഴാ ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോ മാധ്യമം. ഇല്ലെങ്കിൽ എന്താ മുസ്ലിം ഓക്കെ, നമ്മളെ വിഷയം അതല്ല മൗലവി. നമ്മളെ വിഷയം കഴിഞ്ഞെങ്കിൽ ഞാൻ അതിലേക്കൊക്കെ വരാം തീർച്ചയായിട്ടും. അല്ല, നമ്മളെ വിഷയം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ ചർച്ച ചെയ്ത് നിങ്ങൾ ആദ്യം പറഞ്ഞത് KP അതിലത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. KP പരിശോധിച്ച സാധനമാണ്. പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, KP പറഞ്ഞത് അതിൽ ആ പുസ്തകം എഴുതിയിട്ടുള്ളത് തന്നെ താഗൂത്ത് എന്നത് അനിസ്ലാമിക ഗവൺമെന്റ് അല്ല, ഇസ്ലാമിക ശരീഅത്തിനെതിരായി വിധിക്കുന്ന ആരുമല്ല എന്ന് തെളിയിക്കാനാണ്. അതല്ല, അതല്ലാണ്ട് നിങ്ങൾ ഈ പുസ്തകത്തിന് അതാണെന്ന് പറഞ്ഞ ഇതേ ഇസ്ലാമിലെ ഇബാദത്ത് എന്ന ജമാഅത്തിന്റെ പുസ്തകത്തിന് മറുപടിയായിട്ടാണ് KP എഴുതിയിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിലെ KC അബ്ദുൽ മൗലവി ഇത് എഴുതിയത് എന്തിനാ വെച്ചാല് ഇബാദത്തിന് ആരാധന എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ അർത്ഥം ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ആദ്യം അന്ന് ഒരു ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഈ ഇന്ത്യ ഗവൺമെന്റ് അനുസരിക്കുള്ള ഷിർക്കാന്ന് പറഞ്ഞ് അന്ന് നമ്മൾ പറഞ്ഞ് അത് ശരിയല്ല ആ വാദം എന്ന് പറഞ്ഞ്. അപ്പം KC എന്ത് ചെയ്ത് ആ വാദം അങ്ങനെ ഷിർക്കല്ല എന്നുള്ളത്, അങ്ങനെയല്ല, ആരാധനക്ക് അല്ല ഇബാദത്തിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് സമർത്ഥിക്കാൻ നോക്കിയൊരു സാധനമാണിത്.
ഇബാദത്ത് സമഗ്രപ്പെടണം എന്ന് പറഞ്ഞാല് അങ്ങനെ എനിക്ക് ഒന്നുകൂടി തിരിഞ്ഞില്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ ഉത്ഭവ സമയത്ത് ജമാഅത്ത് ഇസ്ലാമി ആദ്യം വന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഇന്ത്യ ഗവൺമെന്റിനെ അനുസരിക്കൽ എന്താണ്? ഷിർക്കാണെന്ന് പറഞ്ഞിട്ട് മാത്രം. കാരണം അവർക്ക് അനുസരണം അത് അവരിൽ പങ്കു ചേർക്കൽ, ഗവൺമെന്റിൽ ഇബാദത്ത് ചെയ്യലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം ജമാഅത്ത് ഇസ്ലാമി വെറും സാധാരണ അനുസരണത്തെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നീടാണ് ജമാഅത്ത് ഇസ്ലാമി മാറ്റം വരുത്തിയത് എന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് ജമാഅത്തിന്റെ ആദ്യമായിട്ട് ജമാഅത്ത് ഇറക്കിയിട്ടുള്ള ഈ വിഷയത്തിൽ ഇറക്കിയിട്ടുള്ള മൗലാന മൗദൂദിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന് ശേഷമാണ് ലോകത്ത് ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി തീർന്നിട്ടുള്ളത്. ഈ പുസ്തകം ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ, ഇലാഹ്, റബ്ബ്, ഇബാദത്തുദ്ദീൻ. ഈ പുസ്തകത്തില് മൗലാന മൗദൂദി ആദ്യമായി ഒരു സംഗതി മനസ്സിലാക്കണം. ഇത് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിനെ കേരളത്തിലെ മുജാഹിദുകൾ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി കിട്ടോ. അത് നിങ്ങൾ തെറ്റിദ്ധാരണുണ്ടെങ്കിൽ ഈ മുബാറക് പൂരി ഒടുക്കെ ഇതേമാതിരി മൗദൂദി സാഹിബിനെ ഖണ്ഡിച്ചപ്പോഴേ ഒരു സംഗതി പറഞ്ഞല്ലോ, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അല്ല, അതിന് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ ഒരു സംഗതി മനസ്സിലാക്കണം. കേരളത്തിലെ മുജാഹിദുകൾ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിക്ക് ഇബാദത്തിന് ഈ അനുസരണം എന്നുള്ള അർത്ഥത്തിൽ വെച്ച് മുബാറക് പൂരി ഈ വിഷയത്തില് ഇതേമാതിരി മുബാറക് പൂരി നോർത്ത് ഇന്ത്യയിലുള്ള സഫീർ റഹ്മാൻ മൂപ്പര് ഇതേ വിഷയത്തില് അത് വേണം ഞങ്ങൾക്ക് അയച്ചുതരാം. മൂപ്പരും ഇതേ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളത് ഗവനിക്കുന്നില്ല. അല്ലല്ല, അങ്ങനല്ല, അങ്ങനെ എഴുതി ചിരിച്ചു കളയാനുള്ള ഒരു മനുഷ്യനൊന്നല്ല മുബാറക് പൂരി. ഞാൻ നിഷേധിക്കുന്നില്ല സാഹിബ്, നമ്മളെ വിഷയം നിങ്ങൾ പറഞ്ഞാൽ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തീരട്ടെ. ജമാഅത്ത് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ഈ വിഷയം പറയുമ്പോൾ തെളിവായി ഉദ്ധരിക്കുന്ന ആയത്താണ് ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയമ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ്. ഓക്കെ, അതിൻ്റെ വിശദീകരണത്തിൽ മൗലാന മൗദൂദി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി ഇബാദത്ത് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശം അവരെ ആജ്ഞാനിരോധങ്ങൾക്ക് അധികാരമുള്ളവരായി അംഗീകരിക്കുകയും ദൈവത്തിൻ്റെയും പ്രവാചകന്റെയും പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അവർ പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക എന്നത്രേ. കണ്ടില്ലേ? അതായത് ആജ്ഞാനിരോധങ്ങൾക്ക് അധികാരമുള്ളവരായി അംഗീകരിച്ചുകൊണ്ട് അനുസരിക്കുന്നതിനെ കുറിച്ചാണ് ജമാഅത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെയും പറയുന്നുണ്ട്, ഇത്തരക്കാരെ അന്ധമായി അനുസരിക്കുന്നതും അവരുടെ ശാസനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതുമാണ് ഇവിടെ ഇബാദത്ത് കൊണ്ടുള്ള വിവക്ഷ. മൗലാന മൗദൂദി ആദ്യമായി തുടക്കത്തിൽ ഒന്നാമതായി പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. ഈ സംഗതികൾ പരമമായി അനുസരിക്കുക എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം. ആ വാക്കില്ല, പക്ഷെ അതിന് തുല്യമായ വാക്കുകളാണ് ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. അത് കണ്ടില്ലേ? ചോദ്യം ചെയ്യാൻ, നിരുപാധികം അനുസരിക്കുക, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, അവരുടെ ശാസ്ത്രങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതാണ്, അന്ധമായി അനുകരിക്കുന്നതാണ്. അതല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് എന്താ പറയാ അദീബിൻ ആതിമിന്റെ ഹദീസ് വെച്ചാണ് നോക്ക്. അദ്ദേഹം ഇവിടെ പറയുന്നത് ഈ ആശയം അസന്നിഗ്ധമായി അവതരിപ്പിക്കുന്ന ഹദീസുകൾ നബിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആരാധിക്കുന്നില്ല എന്നവർ പ്രവാചകനോട് പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്, അവർ ഹലാലാക്കുന്നതിനെയും നിങ്ങൾ ഹലാലായും ഹറാമാക്കുന്നതിനെയും നിങ്ങൾ ഹറാമായും സ്വീകരിക്കുന്നില്ലയോ? അത് തന്നെയാണ് മൗലവി നമ്മളും പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സംഗതി മനസ്സിലായില്ലേ? ഹലാൽ ഹറാമുകൾ അംഗീകരിക്കാനുള്ള അവകാശം, അത് തീരുമാനിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള അനുസരണത്തെ കുറിച്ചാണ് മൗലാന മൗദൂദിയും പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറമുള്ള സാധാരണ അനുസരണത്തെ കുറിച്ചല്ല മൗലാന മൗദൂദി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ആദ്യം സാധാരണ അനുസരണത്തെ കുറിച്ചാണ് പറഞ്ഞു. സാധാരണ അനുസരണത്തെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമി തുടക്കം മുതൽ പറഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇല്ലാന്ന് വെറുതെ പറയല്ല. ഞാൻ ഇതാണല്ലോ ജമാഅത്തിന്റെ ഈ വിഷയത്തിൽ ഇത് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകമാണ്. മൗലാന മൗദൂദിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ കത്ത് എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തില്. ഞാൻ പുസ്തകം വെച്ച് തെളിവുകൾ സമർപ്പിച്ച് പറയുന്നു, നിങ്ങൾ വായുവിൽ നിന്ന് പറയുന്നു. വായുന്നല്ല, ഷേഖ് ഇബ്നു ബാസിന്റെ അടുത്ത് ഉമർ മൗലവി കൊണ്ടേ കൊടുത്തിരിക്കുന്നത് ഈ വിഷയം. എന്നിട്ട് ഷേഖ് ഇബ്നു ബാസ് ഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് എന്നിട്ട് മൗലാന മൗദൂദിക്ക് ഇത് എഴുതി കൊടുത്തിരിക്കണേ. എന്നിട്ട് മൗലാന മൗദൂദി ഇതിന് മറുപടി വരച്ചിട്ടുണ്ട്. എന്തൊക്കെ ഈ പറഞ്ഞത്? എന്നാ സംഗതി ഉണ്ടല്ലോ, സംഗതി ഉണ്ടോ, നിങ്ങൾ ആ പറഞ്ഞ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
ഷേഖിനോട് നിങ്ങൾ പറഞ്ഞതെന്നറിയാം, മൗലാന മൗദൂദി അനുസരണം എന്ന് മാത്രം. മൗലാന മൗദൂദി എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ. അക്കാര്യം ഷെയ്ഖ് ഇബ്നു ബാസും മൗലാന മൗദൂദിക്ക് ഒരുമിച്ച് എങ്ങനെയാണെങ്കിൽ മദീന യൂണിവേഴ്സിറ്റിയിലെ സിലബസ് തയ്യാറാക്കാൻ ഒന്നും വരില്ലല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ. അതല്ല, പക്ഷെ അതല്ല, നിങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ പറയുന്നു ഇബാദത്ത് എന്നാൽ അനുസരണമാണ്. അങ്ങനെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല. ഇബാദത്ത് എന്നാൽ ആരാധനയും അനുസരണവും അടിമത്വം എന്ന 3 അർത്ഥം ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇബാദത്ത് എന്നാൽ അനുസരണമാണ് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മറുപടി പറഞ്ഞു, ഇബാദത്ത് എന്നാൽ അനുസരണം മാത്രമല്ല. അൻവർ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു കാര്യം പഠിച്ചിട്ടില്ല, അവർ എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പുസ്തകം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളോ വായുവിൽ നിന്ന് സംസാരിക്കുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിൽ കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന്, മസായിലുൽ ജാഹിലിയ എന്ന പുസ്തകത്തില് ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് ഈ അനുസരണത്തിന്റെ വിഷയത്തില് ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ പറ്റിയ പിഴവ് മൂപ്പര് വിശദീകരിക്കുന്നുണ്ട്. അവിടെ മൂപ്പര് പറയുന്നുണ്ട്, ഫാഷൻ ഡിസൈനർ സ്പെസിഫൈ ചെയ്യുന്ന കുറിച്ച് പറഞ്ഞു. ആര് വിശദീകരിക്കുന്നതായിട്ട്? ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ്, ഇവിടുത്തെ മന്ത്രി. അനുസരണത്തിന്റെ വിഷയത്തിൽ വന്ന വീഴ്ച ജമാഅത്ത് ഇസ്ലാമിന് പേരെടുത്ത് പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് പേരെടുത്ത് പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയമുള്ള ഇഖ്വാൽ മുസ്ലിമീന്റെ ആശയമുള്ള ആൾക്കാർക്ക് സംഘടനകൾക്ക് പറ്റിയ പറയുന്നത് അതിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാല് അനുസരണം. ഞാനിതില് നിങ്ങൾ പറഞ്ഞ അൽ ഷെയ്ഖിന്റെ ഒക്കെ വിശദീകരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പറയട്ടെ. എന്താകട്ടെ സാഹിബേ, വേറെ കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴും വിഷയത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇപ്പോഴും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല. നിങ്ങൾ താവൂത്തിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഒരുവിധം ചർച്ച ചെയ്ത് കഴിഞ്ഞില്ല. ഇനി അതിനകത്ത് നമുക്ക് അടുത്ത വിഷയം എന്നറിയോ, അമാനി മൗലവി പറഞ്ഞിട്ടുള്ള ഈ കാര്യം. പരമമായ അനുസരണം യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ അവന്റെ സന്ദേശ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളിലുമെല്ലാം ജനങ്ങൾക്ക് അവൻ എത്തിക്കുന്നത് അവൻ അതിനായി നിയോഗിക്കുന്ന അവന്റെ ദൂതന്മാർ മുഖേനയാണ്. ആ നിലക്ക് അള്ളാഹുവിനനുസരിക്കൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് അവന്റെ ആ ദൂതന്മാരെ നിരുപാധികം അനുസരിക്കുന്നത് വഴിയാകുന്നു. അവരാണെങ്കിൽ അവന്റെ ഉത്തരവും ആജ്ഞയും അനുസരിച്ചേ എന്തും പ്രവർത്തിക്കുകയുമുള്ളൂ. അതുകൊണ്ട് ഓരോ ദൈവദൂതനും അവരവരുടെ സമുദായത്താൽ അനുസരിക്കപ്പെടുവാൻ അള്ളാഹു അനുമതി നൽകുകയും ഓരോ വ്യക്തിയും അവരെ നിരുപാധികം അനുസരിക്കൽ നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീർന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇതുപോലെ അമാനിമൊലിയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ അംഗീകരിക്കുന്നുണ്ടോ? റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. ശരി, അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായും 100%. അപ്പൊ സംഗീതം അല്ല, ഇതിൽ നിങ്ങളോട് ചോദിക്കാനുള്ള എന്താണെന്നറിയോ, ഈ പറഞ്ഞ കാര്യത്തെ പരമമായ അനുസരണം എന്നുള്ള അള്ളാഹുവിന്റെ അവകാശത്തിൽ ഒരാൾ പങ്കുചേർത്താൽ ശിർക്കാണ്. അക്കാര്യത്തിൽ സംശയമില്ല നമുക്കിടയിൽ. അപ്പൊ വ്യക്തമായി അമാനി മൗലവി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പരമമായ അനുസരണം യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പൊ ഒരു ചോദ്യം നിങ്ങളെല്ലാം ജമാഅത്തുകാരോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം എന്താണ്? അപ്പൊ റസൂലിനനുസരിച്ച ശിർക്കായില്ലേ, റസൂലിനനുസരിക്കാൻ പഠിച്ചോ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇവിടെ അമാനി മൗലവി പറഞ്ഞു കഴിഞ്ഞത്. ആ ചോദ്യത്തിനുള്ള മറുപടി ഒരു സെക്കൻഡ് ഇതൊന്ന് വിശദീകരിക്കട്ടെ. ഇതിൽ വ്യക്തമായി പറഞ്ഞു, റസൂലിനെ അനുസരിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് റസൂലിനെ അനുസരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെയാണ് നാം അനുസരിക്കുന്നത്. ഇവിടെ പറഞ്ഞു അമാനി മൗലവി, ഇതാ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് അമാനി മൗലവി തന്നെ വ്യക്തമാക്കി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ റസൂലിനെ അനുസരിക്കുന്നത് അർത്ഥത്തിലല്ല, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് നാം അനുസരിക്കുന്നത് എന്നാണ് അപ്പൊ പരമമായ അനുസരണം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അമാനി മൗലവി ഖണ്ഡിതമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അംഗീകരിച്ചു. അതെനിക്കറിയില്ല. ഉമർ മലയബാരിന്ന് അടിച്ചാൽ മതി. ഓക്കെ, റഷീദ് സാഹിബ്, അങ്ങനെയാണെങ്കിൽ ഇബാദത്തിന് നിങ്ങൾ വെറും ആരാധന എന്ന് മാത്രം എന്തുകൊണ്ട് അർത്ഥം പറയുന്നു? പരമമായ അനുസരണം എന്നുകൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല?
ഇവിടെ മാനുവലി വ്യക്തമായി പറഞ്ഞു, അനുസരണം, പരമമായ അനുസരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത്, അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹുവിന്റെ അവകാശമാണ് ആരാധന, അല്ലേ? അള്ളാഹുവിന്റെ അവകാശമാണ്. ആരാധനയിൽ പങ്കുചേർത്താൽ ശിർക്കായി, പരമമായ അനുസരണത്തിലും പങ്കുചേർത്താൽ ശിർക്കായി. സംശയമില്ലല്ലോ. അങ്ങനെ സംശയമില്ലെങ്കിൽ എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ ആരാധന എന്ന് മാത്രം, അല്ലെങ്കിൽ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആരാധന മാത്രമാണ് ഇബാദത്ത്, അദ്വാഹു ഇബാദ എന്ന ആ ഹദീസ് വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ വിശദീകരിക്കുന്നു, അത് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുന്നു. അപ്പൊ അതിലെവിടെയും പരമമായ അനുസരണം ഉൾപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡും യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം നിൽക്കുന്ന സ്റ്റാൻഡും രണ്ടാണ്, 100% രണ്ടാണ്. ഈ പുസ്തകം തന്നെ അതിന് തെളിവുണ്ട്, ഞാൻ കാണിച്ച നിങ്ങൾക്ക്. ഇതിലെവിടെയെങ്കിലും ഈ പുസ്തകം മുഴുവൻ ഇറക്കിയിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ജമാഅത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലെവിടെയെങ്കിലും ഇതാത്ത് എന്ന സംഗതി ഒരു തരത്തിലുള്ള അനുസരണവും ഇബാദത്ത് എന്ന ഇതിന്റെ പരിധിയിൽ പെടുന്നതേയല്ല എന്നാണ്. ഒരു തരത്തിലുള്ള അനുസരണം എന്നാ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മറിച്ചു വയ്ക്കട്ടെ. പരമമായ അനുസരണം ഇബാദത്താണ് എന്ന് ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പുസ്തകം എന്താ പിടിച്ചോ, പുസ്തകത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? സമയത്രയും സമയമൊന്നുമല്ല. ഇതിപ്പോ ചുരുക്കത്തില് വാദവും വിസ്താരവും വിധിയെല്ലാം നിങ്ങൾ തന്നെ തീർക്കുകയെന്നാണ്. ഇതെങ്ങ് എത്തോട്ട് പോകുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ വെറുതെ വാഗണ്ട് പറയുകയാണ്. അത് ഒന്നാമത്തെ പേജ് മറിച്ചെടുത്ത് തന്നെ ഇരിക്കും. നിങ്ങളൊന്ന് വായിച്ചു നോക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. വായിച്ചു രണ്ടാം പോലെ നിങ്ങൾക്ക് ഇനി ഇപ്പൊ വായിച്ചില്ലേലും കുഴപ്പമില്ല, സമയം ഉള്ളപ്പോൾ നിങ്ങൾ വായിച്ചു. നിങ്ങൾ ഉടനെ വായിച്ച് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വായിച്ചു. ഇപ്പൊ പറഞ്ഞ സംഗതി എവിടെയാണ് വായിച്ചു? അത് വായിച്ച ഫസ്റ്റ് പാരഗ്രാഫ്. ഇതിലെന്താ പറഞ്ഞത്? ഇബാദത്തിൽ ചിലപ്പോൾ അനുസരണം കണ്ടെന്ന് വരും. അതിന്റെ അർത്ഥത്തിൽ കണ്ടെന്ന് വരുന്ന തീർന്നില്ല. വായിക്കട്ടെ. അതുകൊണ്ട് അനുസരണം കാണുന്നതെല്ലാമോ ഇബാദത്താവുകയുമില്ല. അനുസരണമാണോ അനുസരണക്കേടാണോ എന്നതിന് ഇബാദത്തിൽ പ്രസക്തിയില്ലെന്നതാണ് വസ്തുത. കട എന്തെന്നാൽ അനുസരണക്കേടോട് കൂടിയ പ്രവൃത്തികളും ഇബാദത്തായി തീരുന്നുണ്ട്. ഇവിടെ ഇബാദത്തിന് അർത്ഥം അനുസരണക്കേട് എന്നാണെന്ന് ആരും വാദിക്കുകയില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞതിന് എന്താ മനസ്സിലായി? അനുസരണം എന്ന അർത്ഥം ഇബാദത്തിന് ഇല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഫസ്റ്റ് ഒന്നുകൂടി വായിച്ചാ, ഫസ്റ്റ് ലൈൻ ഒന്നുകൂടി വായിച്ചാ. ഹെഡിങ് എന്താ? അല്ല ഇത് വായിക്കട്ടെ, ആ ലൈൻ ഒന്നുകൂടി വായിച്ചാ. അല്ലല്ല, ആ ലൈൻ ഒന്നുകൂടി വായിക്ക്, മലയാളല്ലേ. ഇബാദത്തിന് ചിലപ്പോൾ അനുസരണം കണ്ടെന്ന് വരും. ഇബാദത്തിന് അകത്ത് അനുസരണം ഉണ്ടെന്ന്. അപ്പൊ ഇബാദത്തിന് അപ്പൊ എന്താണ് പരമ അനുസരണം? അപ്പൊ ഇബാദ ദ്വാ എന്താന്ന് ആരാ പറഞ്ഞുതരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ദ്വാരക്കണ്ട് പറഞ്ഞുതരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ കാണിച്ചത് എങ്ങനെയാണുള്ളത്? എന്നാ നിങ്ങൾക്ക് നിങ്ങളെ ആശയം ഞാൻ വിശദീകരിച്ചുതരാം, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ അവസാനം എന്താണ് ഇബാദത്ത് പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു തരുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ അനുസരണത്തിൽ ദുആ ഉണ്ടെങ്കിൽ ഇബാദത്താണെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം ഞങ്ങൾക്ക് വിശദീകരിക്കാം. അദ്ദേഹം പറയുന്നത് അനുസരണം ഇബാദത്താകുന്നത് അതിൽ ദുആ ഉണ്ടാകുമ്പോൾ. അദ്ദേഹം ഇത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് നമ്മളെ ഈ ചെറിയ മുണ്ടം എഴുതിയിട്ടുണ്ട്. എന്നറിയോ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്രാർത്ഥനാഭാവം ഉണ്ടെങ്കിൽ, അതൊക്കെ അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ തഫ്സീർ കിട്ടിയത് പഠിച്ചവരാലറിയാം. പ്രാർത്ഥനാഭാവം അദ്വാഹു ഇബാദ എന്ന വലിച്ചു നീട്ടി അദ്ദേഹം കൊണ്ടുവന്ന പ്രാർത്ഥനാഭാവം ലോകത്തിലൊരു പണ്ഡിതനും പറയാത്ത കാര്യമാണ് അദ്ദേഹം. അങ്ങനെ നിങ്ങൾ പറയാ നിൽക്കട്ടെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയണേ. ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശദീകരിച്ചു തന്നാൽ മതി.
അല്ല അങ്ങനെ പറയുമ്പോണ്ടല്ലോ അതിലൊക്കെ കുറച്ച് സൂക്ഷ്മം. ഇങ്ങനെ വെറുതെ വായിച്ചാൽ പോരാ. ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു ആ തെറ്റാണ് നിങ്ങൾ വിശദീകരിച്ചു നിങ്ങള് മറുപടി ഞാൻ പറഞ്ഞത് വെച്ചാല് അതിലൊരു അദബ് എന്താന്ന് വെച്ചാല് ഇങ്ങനെ വല്ല പണ്ഡിതന്മാരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വിഷയത്തിലേക്ക് വരാം. അല്ല അങ്ങനെയാണ് അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു വാദത്തിന് വേണ്ടി എന്തിനാ നിങ്ങൾ സമ്മതിക്കേണ്ട ആവശ്യം എന്താ? അതല്ല സമയത്തിലേക്ക് പോട്ടെ, നമ്മൾ വിഷയം സമയം പോവല്ലേ, നമ്മൾ ഇതിലേക്ക് പോട്ടെ. അദ്ദേഹം പറഞ്ഞെന്നറിയോ, അനുസരണവും അടിമവൃത്തിയുമല്ല ഇബാദത്ത് എന്ന് നാം കണ്ടു. എന്നാൽ എന്താണ് ഇബാദത്ത്? സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം. മറുപടി ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം തന്നെ നമുക്ക് മതി. അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്വാഹു ഇബാദ, പ്രാർത്ഥന അതാണ് ഇബാദത്ത്. അദ്വാഹു മുഖുൽ ഇബാദ, പ്രാർത്ഥന അതാണ് ഇബാദത്തിന്റെ മച്ച. അതായത് പ്രാർത്ഥനയുള്ള എന്തുണ്ടോ അത് ഇബാദത്താണ്, പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ഇബാദത്താവുകയുമില്ല. ഇവിടെ ക്ലിയറായി. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വേണം. അമാനിമൗലവി എന്നാ പറഞ്ഞ ഇവിടെ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞില്ലല്ലോ. പരമമായ അനുസരണം ഇബാദത്താണ് എന്ന് പറഞ്ഞ അമാനിമൗലവി പറഞ്ഞു. അമാനിമൗലവി ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല പരമമായ അനുസരണം അതിന്റെ പ്രാർത്ഥനയോട് കൂടെ ആണെങ്കിൽ ഇബാദത്താണ്, അല്ലെങ്കിൽ അതിന് അങ്ങനെ അമാനിമൗലവി പറഞ്ഞിട്ടില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു പരമമായ അനുസരണം ഇബാദത്താണ്. താങ്കൾ നേരത്തെ പറഞ്ഞ അതിന്റെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞപ്പോൾ താങ്കളും അംഗീകരിച്ചു. ഒരു കാര്യമുണ്ട്, ഒരു സെക്കൻഡ് അതൊന്ന് വിശദീകരിച്ചോട്ടെ. ഒരു കാര്യമുണ്ട്, നേരത്തെ താങ്കൾ പറഞ്ഞ അതിന്റെ ചോദ്യത്തിന് മറുപടി സോഷ്യലിസം അംഗീകരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ശിർക്ക് ചെയ്യുന്നു എന്ന് താങ്കൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ച കാര്യം അദ്ദേഹം ശിർക്ക് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഹാക്കിം എന്ന സിഫത്തിൽ അദ്ദേഹം പങ്കുചേർത്തു. ആ ഹാക്കിം അദ്ദേഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യക്തമായി സംഗതി വ്യക്തമായി. ഇബാദത്ത് എന്നതിന്റെ അർത്ഥത്തിൽ എന്താണ്? ഈ പരമാധികാര സങ്കല്പം കൂടിയുണ്ട്, അല്ലെങ്കിൽ ഈ അനുസരണം എന്ന് കൂടിയുണ്ട്. പരമമായ അനുസരണം എന്ന് വ്യക്തമായി അമാനിമൗലവിയോട് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഇവിടെ KP മുഹമ്മദ് മൗലവി അംഗീകരിക്കുന്നില്ല? അദ്ദേഹം പറയുന്നു, വ്യക്തമായി പറയുന്നു, ഇവിടെ ദുആ ഇല്ലാത്തതൊന്നും ഇബാദത്തിൽപ്പെടില്ല. ഈ പരമമായ അനുസരണത്തിൽ ദുആ ഇല്ലെന്ന് എങ്ങനെ പറയാ? അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. സോഷ്യലിസത്തെ അവന്റെ രാഷ്ട്രീയത്തിൽ അവന്റെ പരമമായ അവൻ സോഷ്യലിസത്തെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പരമാധികാരം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നു, ഒരു ഇസത്തിന് നൽകി. രാഷ്ട്രീയത്തിലെ അതാണ് സോഷ്യലിസം ഉയർത്തിപ്പിടിക്കുന്നവൻ ചെയ്യുന്നത്. അവൻ ആ ഇസത്തിന് പരമാധികാരം നൽകി, അതുകൊണ്ട് അവൻ ശിർക്ക് ചെയ്തു. ആ പരമമായ ഇസത്തെ അംഗീകരിച്ചു. ആ പരമമായ അനുസരണത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ അമാനിമൗലവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എവിടെയും അമാനിമൗലവി പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ശിർക്കാവുള്ളൂ പറഞ്ഞില്ല. അപ്പൊ അമാനിമൗലവി ഒരു സ്റ്റാൻഡ് നിൽക്കുന്നു, KP മുഹമ്മദ് മൗലവി മറ്റൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നു. താങ്കൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു? അതാണ് നമുക്കറിയാം. ആദ്യം നിങ്ങൾക്ക് എന്താണ് ഭാഗം എന്ന് തിരിച്ചറിയാം. പ്രാർത്ഥന എന്താണ്, ആരാധന എന്താണ്, ഇബാദത്ത്, ഇതൊക്കെ അമാനിമൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. അത് സാഹിബ് ആ ഭാഗം ഒന്നും ഫോട്ടോ സ്റ്റാൻഡ് എടുക്കാൻ വിട്ടുപോയി. അല്ലത് ഈ പരമമായ അനുസരണത്തില് അതിലൊന്നും തർക്കമില്ലെന്നോ? അതൊന്നും തർക്കമുള്ള വിഷയമല്ല. പ്രാർത്ഥന ഇബാദത്താണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പ്രാർത്ഥന 100% ഇബാദത്ത് തന്നെയാണ്, സംശയമില്ല. പിന്നെ നിങ്ങൾ പരമമായ ഈ അനുസരണ ഈ പറഞ്ഞ അനുസരണം അതിൽ ദുആ ഉണ്ടോ? ദുആ ഉണ്ടോ വെച്ചാൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ പറയേണ്ടതല്ലേ? അമാനിമൗലവിയോട് പറഞ്ഞോ? അമാനിമൗലവി ദുആ എന്താണെന്ന് വിശദീകരിച്ച ഭാഗം വായിച്ചു നോക്കണമെന്ന് ഈ പരമമായ അനുസരണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഖ്സാ ഗായത്തുൽ ഖുദൂ വത്തദല്ലുൽ ഉണ്ടാകുമ്പോൾ ഈ പരമമായ അവസ്ഥ വരിക. അതാദ്യം മനസ്സിലാക്കണം. ഈ പരമമായ അവസ്ഥ ഉണ്ടായാലും ഈ അഖ്സാ ഗായത്തുൽ അങ്ങേയറ്റത്തെ വിനയവും പിന്നെന്താണ് അത് വരുമ്പോഴാണ് ഈ കീഴ്വണക്കം ഉണ്ടാവുമ്പോഴാണ് ഈ പരമമായ അനുസരണം. അല്ലാത്ത സംഗതിക്ക് ഒരു പരമമായ ഭൗതികത വേണമെന്നുണ്ടോ? അപ്പോഴല്ല അഭൗതികത വരിക. അക്സായത്തിൽ ഹുദൂ തദല്ലുൽ ഉണ്ടാവുമ്പോഴല്ല അഭൗതികത വരിക. ഹുദൂയിലുണ്ട് ഭൗതികതയുണ്ട്, പക്ഷെ തദല്ലുൽ എന്ന് പറഞ്ഞാൽ കീഴ്വണക്കുന്ന ഭൗതികതയുണ്ട്. അതിലുണ്ട് അഭൗതികത. നിങ്ങൾ ഞാൻ ഇല്ലാതെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ വിഷയത്തിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങളിപ്പോ വിശദീകരിക്കുന്ന അമാനി മൗലവി പറഞ്ഞ ഈ കാര്യത്തെ നിങ്ങൾ എന്താക്കാണ്?
KP മുഹമ്മദ് വലി പറഞ്ഞത് ഒന്നാണെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അതായത് നിങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ വിശദീകരിച്ചു. എന്താണ്? അഭൗതികത ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്താവൂ. അപ്പൊ പരമമായ അനുസരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭൗതികതയുള്ള ഇബാദത്താണ് എന്നാണ്. പക്ഷെ അമാനു വലിയോട് അത് പറഞ്ഞിട്ടില്ല. ഒക്കെ അവിടെ നിൽക്കട്ടെ, അമാനു വലി പറഞ്ഞ അവിടെ നിൽക്കട്ടെ. ഒരു മിനിറ്റ്. ഇനി ആ പറഞ്ഞ സംഗതിയിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. സമയം എത്രയോ? 10. ഇമാം റാസി പറഞ്ഞു. എൻ്റെ മലയാളം ഞാൻ വായിക്കാം. ഇന്ന് അറബിയിൽ നിങ്ങളുണ്ടോ നിങ്ങൾ പരിശോധിച്ചോളൂ. പിന്നെ ഓക്കെ. അലം അൽഹദിലേക്കും യാബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. യാസീൻ സൂറത്ത് 60-ാമത്തെ ആയത്ത്. ആദം മക്കളെ, പിശാചിന് ഇബാദത്ത് ചെയ്യരുത്, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. എനിക്ക് ഇബാദത്ത് എടുക്കുക, അതാണ് ചൊവ്വായ മാർഗം എന്നെല്ലാം ഞാൻ നിങ്ങളോട് നേരത്തെ താക്കീത് ചെയ്തിരുന്നില്ലയോ? പിശാചിന് ഇബാദത്ത് ചെയ്യരുത് എന്നതിൻ്റെ അർത്ഥം അവനെ അനുസരിക്കരുതെന്നാണ്. കാരണം വിരോധിക്കപ്പെട്ടത് അവന് സുജൂദ് ചെയ്യൽ മാത്രമല്ല, അവൻ്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെടലും അവനെ അനുസരിക്കലും വിലക്കപ്പെട്ടത് തന്നെ. അപ്പോൾ അനുസരണം ഇബാദത്താണ്. അത്തിയുല്ലാഹ അത്തിയുർ റസൂല ഉലിൽ അംരി മിൻകും സൂറത്തുൻ നിസാ 59-ാമത്തെ ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, ദൈവദൂതനെയും നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും അനുസരിക്കുക എന്ന ഖുർആൻ സൂക്തത്തിന്റെ വെളിച്ചത്തിൽ അധികാരി വർഗത്തിന് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചു എന്ന് വരില്ലേ എന്ന ചോദ്യത്തിന് തീരെ പ്രസക്തിയില്ല. ഇമാം റാസിയാണ് പറയുന്നത്. കാരണം അവരെ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമാണെങ്കിൽ അത് അള്ളാഹുവിന് തന്നെയുള്ള ഇബാദത്തും അനുസരണവുമേ ആകുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇമാം റാസി എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നല്ല, അള്ളാഹു അല്ലാത്ത വല്ലതിനും സുജൂദും റുക്കുവും ചെയ്യുന്നത് പോലും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായാൽ അവനുള്ള ഇബാദത്ത് മാത്രമായിരിക്കും. മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തു, അത് അള്ളാഹുവിനുള്ള ഇബാദത്തായിരുന്നുവല്ലോ. എന്നാൽ അള്ളാഹു അനുവദിക്കാത്തതിലാണ് അധികാരി വർഗത്തെ അനുസരിക്കുന്നതെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്ത് തന്നെയായിരിക്കും. പിശാചിൽ നിന്ന് നാം നേരിട്ടൊന്നും കേൾക്കാതെയും അവനെ നേരിൽ കാണാതെയും അവനെ അനുസരിക്കലും അള്ളാഹുവിനെ അനുസരിക്കലും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി ഇതാണ്: പിശാചിന് ഇബാദത്ത് ചെയ്യലാവുന്നത് അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് വിപരീതം പ്രവർത്തിക്കുമ്പോഴാണ്. എന്നാൽ അള്ളാഹു കൽപ്പിച്ച കാര്യം തന്നെ അവൻ അനുശാസിച്ച വിധമല്ലാതെ മറ്റാരെങ്കിലും കൽപ്പിച്ചു എന്ന കാരണത്താൽ ചെയ്യുകയാണെങ്കിൽ അതും പിശാചിനുള്ള ഇബാദത്ത് തന്നെയായിരിക്കും. ചിലപ്പോൾ പിശാച് നിന്നോട് കൽപ്പിക്കുന്നത് മറ്റുള്ളവരിൽ പ്രവേശിച്ച് അവരിലൂടെയും മറ്റു ചിലപ്പോൾ നിന്നിലൂടെ തന്നെയുമായിരിക്കും. അതിനാൽ നിന്നോട് ആരെങ്കിലും വല്ലതും കൽപ്പിച്ചാൽ അത് ദൈവകൽപ്പനയ്ക്ക് നിയോജ്യമാണോ അല്ലേ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ അയാളോടൊപ്പം ശൈത്താൻ ഉണ്ടായിരിക്കും. ആ ശൈത്താനാണ് യഥാർത്ഥത്തിൽ നിന്നോട് കൽപ്പിക്കുന്നത്. അപ്പോൾ താങ്കൾ അയാളെ അനുസരിച്ചാൽ പിശാചിന് ഇബാദത്ത് ചെയ്തവനാകും. ഇനി വല്ലതും ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ പ്രേരിപ്പിച്ചാൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണോ എന്ന് നോക്കേണ്ടതാണ്. അനുവദനീയമല്ലെങ്കിൽ നിന്റെ തന്നെ മനസ്സായിരിക്കും അപ്പോൾ പിശാച്ച്, അല്ലെങ്കിൽ നിന്റെ കൂടെ പിശാച്ചുണ്ടായിരിക്കും. അങ്ങനെ ആ പ്രേരണയ്ക്ക് വഴങ്ങിയാലും നീ ശൈത്താന് ഇബാദത്ത് ചെയ്തവനായിരിക്കും. രണ്ട് ചോദ്യം ചോദിക്കേണ്ടത് ഇപ്പൊ ഇമാം റാസിനോടാണ്. യാസീന്റെ തഫ്സീർ അല്ലത്. ആദ്യം ഒന്ന് ഇത് ഇമാം റാസിന്റെ തഫ്സീർ തന്നെയാണോ എന്ന് നോക്കുക. അത് നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അല്ല, കാരണം എന്താ വെച്ചാല് റാസി യാസീന്റെ റാസി യാസീന്റെ ഭാഗം തഫ്സീർ ചെയ്തിട്ടില്ല, അത് വേറെ ആളാ ചെയ്തത്. അടുത്ത് ഇനി വേറെ ഒന്നെന്താ വെച്ചാല് ഒറ്റ ചോദ്യം, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ മനുഷ്യന് ജഡ്ജ് എന്റെ മകന് അനുകൂലമായിട്ട് അദ്ദേഹം വിധിച്ച്, അത് പിശാചിനുള്ള ഇബാദത്തല്ല. അപ്പൊ ഇതനുസരിച്ച് എന്താ കാരണം? അള്ളാഹു വിലക്കിയതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. മകൻ അനുകൂലമായിട്ട് വിധിക്കല് അല്ല, വെറും വിലക്കിനെ കുറിച്ചല്ലല്ലോ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. എന്താ ഒന്നോട് വായിച്ചാ അതെന്നാ കണ്ടുപിടിച്ചിട്ടില്ല.
അതിലിവിടെ പറയണത് ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ദേഹച്ച എന്തെങ്കിലും കാര്യത്തിൽ അനുസരിച്ചായി പിശാചിനുള്ള ഈ ഭാഗത്ത സംഗീതം കേട്ടാ ശിർക്കാണ്, സിഗരറ്റ് വലിച്ചാൽ ശിർക്കാണ്. അതായത് അപ്പോഴാണ് ഈ എന്ത് ചെയ്യേണ്ടത്, ഈ ഭാഗത്തിന് KP എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തും ഇത്താത്തിലെടുത്ത് നോക്കുക. ഏത് വിഷയത്തിലാണോ ഇത് ചെയ്യണത് ആ വിഷയം വിഷയത്തെ കുറിച്ചല്ലല്ലോ ഇവിടെ പറഞ്ഞത്. വിഷയമല്ല, ഏത് വിഷയത്തെ കുറിച്ച് അനുസരിക്കുന്നതിനെ കുറിച്ച് തന്നെയാണല്ലോ ഇമാം റാജി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പൊ ഇയാള് ഈ ജഡ്ജി ഇങ്ങനെ വിധിച്ചാൽ അത് എന്തുകൊണ്ട് പിശാചിനുള്ള ഇബാദത്തല്ലേ? ആ അർത്ഥത്തിലല്ല. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സംഗതി ഇപ്പൊ ഒറ്റ അർത്ഥത്തിൽ ഞാൻ പ്രാർത്ഥന ശിർക്കാണെന്ന് പറയും, പ്രാർത്ഥന വേറെ ആൾക്ക് കൊടുക്കുന്നത് ശിർക്കാന്ന് പറയും. എന്ന അർത്ഥത്തിൽ അതൊരു വെറും ഒരു എന്താ പറയാ ഒരു അർത്ഥമില്ലാത്തൊരു വാക്കാണ് പ്ര എന്നുള്ള. അപ്പൊ അർത്ഥനയാണ് ശിർക്ക്. അർത്ഥന ശിർക്കാണെന്ന് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കപ്പെടുന്നത്, അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വ്യക്തമായിട്ട് ഭൗതികമായ അർത്ഥനയെ കുറിച്ചാണ്. എന്നതുപോലെ തന്നെ ഇവിടെ അനുസരണം ശിർക്കാണെന്നുള്ളത് കൊണ്ട് ഇമാം റാജി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ ഇമാം റാജിയോട് ഇങ്ങനെയുള്ള കുതർക്കങ്ങൾ ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കി വിശദീകരിക്കുമായിരുന്നു. അതല്ല, മുജാഹിദുകൾ അന്നില്ല, ഈ ചോദ്യം ചോദിക്കാനൊന്നും മുജാഹിദുകളില്ല. അന്ന് മുജാഹിദുകളില്ല ഈ ചോദ്യം ചോദിക്കാൻ. ഇമാം റാജിയോട് ചോദ്യം ചോദിക്കാൻ മുജാഹിദുകളില്ല. തർക്കിച്ച കാര്യമില്ല. ഈ പുസ്തകം തരുമോ? ഈ പുസ്തകം തരാം. എന്നൊക്കെ ഒന്ന് കോപ്പി എടുക്കണത് എൻ്റെ അടുത്തില്ലത്. ഒന്ന് നോക്കേണ്ടത് നിങ്ങൾ ഇതിൽ ഒന്ന് ഞാൻ രണ്ട് കാര്യം പറഞ്ഞില്ലേ. ഒന്ന് നിങ്ങളിത് റാസി യാസീന് തഫ്സീർ കൊടുത്തിട്ടില്ല, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഇദ്ദേഹത്തെ അത് നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. ഞാൻ അംഗീകരിക്കില്ല. തഫ്സീർ കബീറിലെ തഫ്സീർ റാസിയിലാണ് ഞാൻ വായിച്ചത്. നിങ്ങളത് തെളിയിക്കാൻ ഞാൻ വായിക്കാം. ഞാൻ അംഗീകരിക്കും. നിങ്ങള് സുഹൃത്ത് യാസിന്റെ പരിഭാഷ എടുത്ത് പുസ്തകത്തിന്റെ പേരാ ഇബാദത്ത് പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ തന്നു കഴിഞ്ഞാൽ എനിക്ക് അല്ല നിങ്ങൾ കോപ്പി എടുക്കണ ഇപ്പോഴും സൗകര്യപ്പെടുത്തു. ഫുൾ എടുക്കണേ. ഇതുണ്ടോ? അല്ല അപ്പൊ നിങ്ങൾക്കിപ്പോ ഇതിൽ ആ വിഷയം ക്ലിയർ അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമായി. അതായത് ആ റാസിന്റെ ഉദ്ധരണിയിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് അല്ലേ? അതല്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് ചാടല്ല. റാസിന്റെ ആ ഉദ്ധരണി നിങ്ങൾക്ക് വ്യക്താണോ? എനിക്ക് ഈ കാര്യം റാസിന്റെ അതല്ല ജമാഅത്ത് പോട്ടെ, റാസിന്റെ ആ തഫ്സീർ ഇപ്പൊ നിങ്ങൾ വായിച്ചത് നിങ്ങൾക്ക് വ്യക്താണോ? നിങ്ങൾക്ക് സംശയം അതിലുണ്ടോ? അല്ലോ, എനിക്കൊരു സംശയമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അയാൾ ഹവനെ പിൻപറ്റിക്കൊണ്ട് ഒരാള് പിന്നെ ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഒരാൾ ഒരു തിന്മ ചെയ്താൽ അത് ഇബാദത്താണോ? പിശാചിനുള്ള ഇബാദത്ത് അതെങ്ങനെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് വെച്ചിട്ട് പറഞ്ഞു. അതിലിപ്പോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഹവയ്ക്ക് സ്വന്തം ഇതിന് ഈ സംഗതി ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന രീതിയിൽ ഒരാൾ തിന്മയിലേക്ക് പോവുകയാണ്. തിന്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന തിന്മ അത് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് ഞാൻ തിന്മ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കു ചേർക്കുകയാണ്. ആ നിലക്ക് ശിർക്കാണ്. അതാണ്, അതായത് നിങ്ങൾക്ക് സംഗതിയിൽ മനസ്സിലാകുമ്പോൾ ഉള്ളൊരു അസ്ഥ്യതയാണ് തോന്നുന്നത്. അല്ല അതുകൊണ്ടല്ല, നിങ്ങൾ ഈ സ്വന്തമായിട്ട് ഈ ഷെറഹ് എഴുതുന്ന കാര്യത്തിലാണ് ഞാൻ ആലോചിച്ചു പോയത്. ഇന്നെങ്ങാണ് മൗദൂദി സാഹിബ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഞാൻ മൗലാന മൗദൂദി വായിച്ചല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് വരി വായിക്കുകയും നിങ്ങൾ അതിന് വ്യാഖ്യാനം ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു നസീഹത്ത് ഉള്ളതെന്ന് വെച്ചാല് അൻവർ ഇതിൽ വെറുതെ കുത്തി പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ തർക്കിക്കുകയാണ്. ആഖിറത്തിന് എന്തെങ്കിലും പ്രയോജനം ഉള്ളത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യണം. എനിക്ക് ഇതിലൊരു താല്പര്യമില്ല. കാരണം ഈ പറയുന്ന മസലകളിലൊന്നും അൻവർ ശരിക്കും പഠിച്ചിട്ടില്ല ഈ വിഷയങ്ങൾ. അല്ല എങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചില്ല, നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി തന്നില്ലല്ലോ. കാര്യം എന്റെ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. അല്ല അങ്ങനെ രണ്ടുപേര് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതാണ് നിങ്ങളുടെ ആശയത്തിന് അമാനി മൗലവി എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിഷയം പഠിക്കുന്നതിന് പകരമായിട്ട് അനുസരണം എന്നുള്ളൊരു പദം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് താണ്ട നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ തെളിവാക്കി. അതാണോ നിങ്ങൾ മറിച്ചുള്ള കൊണ്ടുപോകാൻ സാഹിബ്? അങ്ങനെ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുപോവാ.
അമാനി മൗലവിയുടെ പരമമായ അനുസരണം ഇബാദത്താണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അവകാശം പറഞ്ഞു. അത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. കൃത്യമായ നിലയിൽ ശരീഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അത് ആദ്യം തൊട്ട് പഠിച്ചാലേ ഈ ജഹാലത്തുമാണ്. ഇബാദത്തിന്റെ അർത്ഥത്തിലാണല്ലോ വിഷയം. ഇബാദത്തിന്റെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു നമുക്ക് പരിശോധിച്ചൂടെ? പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു, മുൻകാല മുഫസ്സിറുകൾ എന്ത് പറഞ്ഞു ഈ വിഷയത്തിൽ ഇബാദത്തിന്റെ അർത്ഥത്തിൽ പരിശോധിക്കാമോ? ഇപ്പൊ തയ്യാറാണോ? നമുക്ക് പരിശോധിക്കാലോ. ഇയ്യാക നഅ്ബുദുവിൽ തന്നെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു നിങ്ങൾ പരിശോധിക്കണോ? നിങ്ങൾക്ക് ഞാൻ തരാലോ. ഒരു മിനിറ്റ്. തഫ്സീർ ഖുർത്തുബി ഞാൻ വായിക്കാം. തഫ്സീറുൽ ഖുർത്തുബിയിൽ വ്യക്തമായി പറഞ്ഞതാ, നഅ്ബുദു മഅനാഹു നതിയു വൽ ഇബാദത്തു അത്താഅത്തു വതദല്ലുലി. എന്തേ പറഞ്ഞു? ഇതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ട കാര്യം തന്നെ നിൽക്കില്ല. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു എന്നതിന്റെ മഅനാഹു അതിന്റെ അർത്ഥം, നതിയു ഞങ്ങൾ അനുസരിക്കുന്നു, വൽ ഇബാദത്തു താഅത്താകുന്ന ഇബാദത്ത്. ഞാൻ ആ അർത്ഥത്തിൽ ഞാൻ ഈ താഅത്ത് ചെയ്യുന്നു അല്ലേ? പിന്നെന്താണ്? എന്താണ് നഅ്ബുദു മഅനാഹു നതിയു ഇതിന്റെ അർത്ഥം നതിയു വൽ ഇബാദത്തു അത്താഅത്തു വതദല്ലുലി. എന്താണ് അർത്ഥം? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ആദ്യം ഒരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ എൽമിനെ അളക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിക്കാനുള്ള ആവേശത്തിനെ അളക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും അല്ല. അല്ലാഹു പ്രതിഫലം തരട്ടെ. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ സാങ്കേതിക സബ്ജകള് അതിന്റെ ലോബിയും ഇസ്തിലാഹിയുമായുള്ള കാര്യങ്ങൾ ശരീഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ വരും. മനസ്സിലായില്ലേ? ഒന്ന് അടിസ്ഥാനപരമായി ഭാഷ വായിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും ഇത് തന്നെ മൗലാന മൗദൂദിക്കും പറ്റിയത്. അബുൽ ഹസൻ അലി നദ്വിക്ക് ഭാഷ അറിഞ്ഞുകൂടാത്തോണ്ടല്ല രാജിവെച്ച് പോയത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്ന്, നിങ്ങൾ ആ വായിച്ച വാർത്ത തെറ്റ്, രണ്ട്, അതിന് പറഞ്ഞ അർത്ഥവും തെറ്റ്. ഇപ്പൊ ഇത് പറഞ്ഞ 10 മണിക്ക് തീരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അടിസ്ഥാനപരമായി ഒന്ന് നിങ്ങൾ പഠിക്കണം എന്ന താല്പര്യക്കാരനല്ല, ജിദാലിന്റെ ആളാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിന്റെ ഒരു ഖുലാസ പറയുക. നിങ്ങൾക്ക് പഠിക്കണം എന്ന താല്പര്യത്തിനേക്കാൾ ഉപരിയായിട്ട് സത്യം നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മർക്കസ് സിക്കാബത്തിൽ നിന്ന് പേരോട് കണ്ടുപിടിച്ച ഒരു അർത്ഥമാണ് നിങ്ങളാ പറഞ്ഞ ഒന്നും അതിനുശേഷം ഒരു അർത്ഥന പറഞ്ഞില്ലയോ? ഈ വ്യാഖ്യാനം കേരളത്തിൽ ആദ്യമായിട്ട് ഇത് ആരാ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ആരാ പറഞ്ഞത്? സുന്നികളായിരിക്കാം. അല്ല, പേരോട് മുജാഹിദുകളുമായിട്ടുള്ള വാദപ്രവാദത്തിൽ പ്രാർത്ഥന ശിർക്കാന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായം ഇല്ല സാഹിബേ. പക്ഷെ നമ്മളങ്ങനെ പറയുമ്പോ അവിടെ എല്ലായിടത്തും അഭൗതികമായ എന്ന് പ്രയോഗിക്കാറില്ല. അതേപോലെ തന്നെ ഇമാം റാദിയും പ്രയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങളാ വായിച്ച ഭാരത് തന്നെ പറയുന്നത്. പക്ഷെ നിങ്ങളത് വായിച്ചാലും തെറ്റി, നിങ്ങൾ അർത്ഥം പറഞ്ഞാലും തെറ്റി. അതുകൊണ്ട് എന്റെ ശരിയായ അർത്ഥങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളാ ശരിയായ അർത്ഥം കേൾക്കാനല്ലോ വന്നത്. നിങ്ങളുടെ തഫ്സീറിൽ എവിടെങ്കിലും അനുസരണം എന്നൊരു പദം ഉണ്ടോ? അത് അടിവരയിട്ടു. മുഹമ്മദ് മൗലവിയുടെ പുസ്തകത്തിൽ എവിടെങ്കിലും അനുസരണ ഉണ്ടോ? അതിന് നിങ്ങൾ അടിവര ഇട്ടു. ഇത് കേൾക്കാൻ തയ്യാറാണ്, പറഞ്ഞോളൂ. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് അതായത് ഇത്രയും ഇതുപോലെ ഒരു നേരം പോക്ക് ചർച്ച. കാരണം ഇത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒന്നാമത് ഒരു നതീജയില്ല. കാരണം എന്താ, ഈ ചർച്ചയേക്കാൾ ഉപരി 18-32 പടികളും കഴിഞ്ഞിട്ട് ഇതിനൊക്കെ അപ്പുറം പോയിരിക്കുന്നു. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അസീസിന്റെ അതൊക്കെ എല്ലാം കഴിഞ്ഞു പോയി. നമ്മളിപ്പോ പാർലമെന്റിന്റെ വാതുക്കൽ വണ്ടി എത്തി നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചർച്ച അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്തോ നേട്ടമുണ്ട്? ഒരു നേട്ടമില്ല. നമ്മൾ പാർലമെന്റിന്റെ വാതുക്കൽ എത്തി നിൽക്കുകയാണ്. കൊടി പിടിച്ച കാറ് ഡോറ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെന്തിനാ ഇതിന് ചർച്ച? ഞാൻ പറയുന്നത് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് എന്റെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി നേരത്തെ മുതൽ എന്താണ് താവൂത്തിന്റെ വിഷയത്തിൽ എടുത്ത നിലപാടല്ല ഇപ്പൊ ജമാഅത്തിനുള്ളത് എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ. ഒന്നിലും അല്ല. അതായത് അടിസ്ഥാന ഈ ഒരു മിനിറ്റ് സാഹിബ് പറഞ്ഞല്ലോ. ഞാനൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. താവൂത്തിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മൗദൂദ് സാഹിബ് പറഞ്ഞ സാഹചര്യം അത് എന്തർത്ഥത്തിലാ പറഞ്ഞത്?
എന്താ പറഞ്ഞത്? ദൈവേതര ഭരണകൂടങ്ങളെ അട്ടിമറിക്കണ നിലവിലുള്ള സർക്കാരുകളെ കാലെ പിടിച്ച് താഴെ ഇടണമെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെ എവിടെയെങ്കിലും കാണിച്ചു തരാമോ? പച്ചക്കള്ളം പറയുന്നത് ഇത് സുന്നികൾ പറയുന്നത്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയോ മൗദൂദി സാഹിബോ എവിടെയെങ്കിലും പറഞ്ഞതായി കാണിച്ചു തരാമോ? പച്ചക്കള്ളം പറയുന്നത് സാഹിബ്. നദ്വി സാഹിബ്, താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ താങ്കൾ ഒരിക്കലും മാതിരി പച്ചക്കള്ളം പറയരുത്. ഞാൻ ഈ പറഞ്ഞ അക്ഷരത്തിൽ ഒരു പക്ഷേ, അതായത് എന്താ പറഞ്ഞ അനിസ്ലാമികയിൽ പഴുതുയർത്ത എന്താ എന്റെ ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഭരണകൂടങ്ങളും സാഹിബ് പിൻവലിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. സാഹിബ് ഇനി ആവർത്തിക്കാതിരിക്കുക. ഒരു മിനിറ്റ്, അതെന്റെ വിഷയമാണ് സാഹിബ്. പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അൻവർ, എനിക്ക് ഒരു കാര്യം പറയാം. അല്ല, ഞാൻ വിഷയങ്ങള് പിന്നെ ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി പഠിക്കുക, അല്ല വെറുതെ തർക്കിച്ച് ജയിക്കാന് ഒരിക്കലുമില്ല. ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ തർക്കം എവിടെ, ആ തർക്കത്തിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് പരിശോധിക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുജാഹിദിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് തന്നെ ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് ദീൻ പഠിക്കാം. അല്ല, ഈ വിഷയത്തിൽ ഇത് അടിസ്ഥാനപരമായിട്ട് വിഷയം തന്നെയാണ്. അത് മനസ്സിലായി. ഇത് ഇബാദത്താണ്. ദീൻ എന്നത് ഇബാദത്ത്, തൗഹീദല്ലേ ഒന്നാമതായി പഠിക്കേണ്ടത്. നിങ്ങൾ തന്നെയല്ലേ പ്രബോധനം ചെയ്യുന്ന തൗഹീദാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അല്ലേ? തൗഹീദിലെ വിഷയത്തിലാണ് തർക്കമെങ്കിൽ അത് മനസ്സിലാക്കണമല്ലോ. നിങ്ങളാ പറഞ്ഞ വാചകം തന്നെ മുഴുവൻ തെറ്റാണ്. ഓക്കെ, അതല്ല നിങ്ങളെ പറഞ്ഞ എന്താണ്, ദീനാണ് പഠിക്കേണ്ടത്, ഇതല്ല പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ വാചകം. അല്ല, ഇദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് തന്നെ പറഞ്ഞത്, താങ്കളെ കുറിച്ചല്ല. ഇദ്ദേഹം പറഞ്ഞ ഒരു സെക്കൻഡ്, ഇദ്ദേഹം നദ്വി സാഹിബ് ഒരു സെക്കൻഡ്, താങ്കൾ പറഞ്ഞ ഒരു തീർച്ചയായിട്ടും നോക്കി എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. പറ്റില്ല, കോപ്പി എടുത്ത് അല്ല, നിങ്ങൾ പറഞ്ഞ കുറിച്ചൊരു വാക്ക് പറഞ്ഞോട്ടെ. അൻവർ, വിഷയം ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ആവശ്യമില്ല, തർക്കിച്ചു പകർത്താൻ വേണ്ടിയിട്ടാണ് മൗലവി റഷീദ് സാഹിബ്. ഞാൻ തീർച്ചയായിട്ടും 100% ഞാൻ അർത്ഥത്തിലാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടത് കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഈ വിഷയങ്ങളെ കുറിച്ച് സത്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ സാഹിബ്. ജമാഅത്ത് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആദർശത്തിനുള്ള ഇന്ന് വരെ ഒരു വ്യതിയാനവും ജമാഅത്ത് നടത്തിയിട്ടില്ല. താവൂത്ത് ഇപ്പോഴും താവൂത്ത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കാഫിറുകൾ കാഫിറാണെന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ കാഫിറായിട്ട് സഹകരിക്കുന്നത്? അതുപോലെ താവൂത്താണെന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അവരുമായി സഹകരിക്കുന്നു. പക്ഷെ നിങ്ങൾ താവൂത്തായിട്ട് അംഗീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതെ, നമുക്ക് ഈ പണ്ഡിതന്മാരുടെ വചനങ്ങളിലല്ല, അതൊന്ന് പരിശോധിക്കണം. ഓക്കെ, എന്നാലും ഞാൻ ഡേറ്റ് പറയുന്നത് നമുക്ക് വിഷയങ്ങളിലേക്ക് കിടക്കണം കേട്ടോ, മറ്റു വിഷയങ്ങളിലേക്ക്.